People want anointing. പല ആളുകൾക്കും അഭിഷേകം ആവശ്യമാണ്, ആളുകൾക്ക് മഹത്വം ആവശ്യമാണ്, അവർക്ക് ശക്തി വേണം, അവർക്ക് ദൈവത്തെ കേൾക്കണം, ദർശനങ്ങൾ കാണുവാനും ആഗ്രഹിക്കുന്നു. പക്ഷെ അവർ പറയുന്നത് എത്രയധികം സാധിക്കുന്നു ആ ലോകത്തിൽ തന്നെ ആയിരിക്കുക, എന്നിട്ട് സ്വർഗത്തിലും ആയിരിക്കാൻ ആഗ്രഹിക്കുന്നു. അതൊരിക്കലും നടക്കുകയില്ല. എത്രയധികം നിങ്ങൾ ഈ ഭൂമിയിൽ നിന്ന് വിട്ടു നിൽക്കുന്നുവോ, നിങ്ങളുടെ യഥാർത്ഥമായ സ്വർഗീയ മണ്ഡലത്തിലേക്ക് നിങ്ങൾക്ക് കയറുവാൻ സാധിക്കും. ആമേൻ. സ്വർഗീയ മണ്ഡലം അതാണ് നിങ്ങളുടെ യഥാർത്ഥമായ നിങ്ങളുടെ പപ്പയുടെ വീട്. നിങ്ങൾ യേശുവിനെ സ്വീകരിച്ച ആ നാളിൽ ദൈവം നിങ്ങളെ സ്വതന്ത്രരാക്കി, അവൻ സ്വതന്ത്രരാക്കി, നിങ്ങളെ വിടുവിച്ച് ആ പിശാചിൻ്റെ രാജ്യത്തിൽ നിന്ന്, അന്ധകാരത്തിൽ നിന്ന്, അത് വേറൊന്നുമല്ല, ഈ ഭൂമിയിൽ നിന്ന് ഞാൻ എൻ്റെ ജോലി, എൻ്റെ ഭർത്താവ്, എൻ്റെ കുടുംബം, എൻ്റെ മകൻ, എൻ്റെ മകൾ, എൻ്റെ അഭിമാനം, എൻ്റെ പ്രശ്നം, എൻ്റെ മാതാപിതാക്കൾ, എൻ്റെ ജോലി, എൻ്റെ പണം, എൻ്റെ പ്രശ്നങ്ങൾ, ഇതെല്ലാം ഭൗമികമായിട്ടുള്ളതാണ്. നിങ്ങൾ ക്രിസ്തുവിനെ, യേശുവിനെ സ്വീകരിച്ച നാളിൽ ഒരു രൂപാന്തരം സംഭവിച്ചിട്ടുണ്ട്. അത് നിങ്ങൾ അറിഞ്ഞാൽ നിങ്ങൾ വ്യത്യസ്തരായിരിക്കും. പലപ്പോഴും ആധുനികമായിട്ടുള്ള ഉപദേശങ്ങൾ വന്നിട്ടുണ്ട്. അവർ പറയുന്നത് സ്വർഗത്തിലും ഭൂമിയിലും ഒരേപോലെ ആയിരിക്കാം. ഞാൻ അതിന് എതിരെയല്ല. എനിക്ക് ഭൂമിയിൽ ഞാൻ ജീവിക്കുന്നു, എനിക്കൊരു സൂട്ടുണ്ട്. എന്നാൽ പരിശുദ്ധാത്മാവിൻ്റെ സൂട്ടിനാണ് ഞാൻ മുൻഗണന നൽകുന്നത്. വേദപുസ്തകം പറയുന്നത് ദൈവത്തിൻ്റെ ആത്മാവ് മേൽ വന്നു, അവരുടെ മേൽ വന്നു. നിങ്ങൾ ആ തിരുവെഴുത്തുകൾ വായിച്ചാൽ അതിൻ്റെ യഥാർത്ഥമായിട്ടുള്ള എബ്രായ അർത്ഥം, അവൻ വന്ന് അവരെ മൂടി, തന്നെത്താനെ നമ്മളിലേക്ക് വന്ന് അവൻ നമ്മളെ മൂടി. ആമേൻ. നമ്മളെ പൊതിഞ്ഞു. അതിൻ്റെ അർത്ഥം, നീ എൻ്റെ വസ്ത്രമാകുന്നു, ഞാൻ എന്നെ തന്നെ അങ്ങയാൽ ഞാൻ അണിയുന്നു, നീ എൻ്റെ സ്യൂട്ടാകുന്നു. ആമേൻ. ഇതാണ് ക്രിസ്തീയ ജീവിതത്തിൻ്റെ ABCD. ക്രിസ്ത്യാനി ഒരിക്കലും പറയരുത് ഭൂമിയിൽ നിന്ന് വിട്ടു നിൽക്കണം. ക്രിസ്ത്യാനി എന്ന് പറഞ്ഞാൽ അവൻ ഈ ലോകത്തിൻ്റെ ആധിപത്യത്തിൽ നിന്ന് രൂപാന്തരപ്പെടുത്തി, അവൻ ഇവിടെ നിന്ന് അവനെ മാറ്റി ദൈവരാജ്യത്തിലേക്ക്, സ്വർഗരാജ്യത്തിലേക്ക് അവനെ കൊണ്ടുവന്നിരിക്കുന്നു. ചില ആളുകൾ പറയും, ഞാൻ അതൊക്കെ ചെയ്തിട്ടുണ്ടാണ്, പക്ഷെ ഒരു കാര്യം മാത്രം, ഒരു വഴിയിൽ ഇങ്ങനെ, ഒരു വഴിയിൽ ഇങ്ങനെ. എന്താ സംഭവിച്ചത്? നിങ്ങളുടെ രാജ്യം, എല്ലാവർക്കും ഇരിക്കാം. ഞാൻ നിങ്ങളുടെ മുഖം കാണുമ്പോൾ ഞാൻ സംസാരിക്കാൻ തുടങ്ങും. നോക്കുക, ഒരു കാര്യം മനസ്സിലാക്കുക, ഇത് ക്രിസ്ത്യാനിത്വത്തിൻ്റെ അടിസ്ഥാനം ഇതാകുന്നു. ഇതൊരു ഉപദേശമല്ല, ഇത് വലിയൊരു ഉപദേശമൊന്നുമല്ല. ഇതാണ് ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള അടിസ്ഥാനം, അതായത് ഏറ്റവും പ്രധാനപ്പെട്ട അടിസ്ഥാനം. ദൈവം നമ്മൾ അസാധാരണ മണ്ഡലത്തിൽ നിന്നിട്ട് അസാധാരണ മണ്ഡലത്തിലേക്ക് വരണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ ഭൂമിയിൽ ആയിരിക്കുന്നതെന്ന് ചോദിച്ചാൽ, ഞാൻ ആ രാജ്യത്തിൽ ഇരുന്നിട്ട് ഞാൻ എൻ്റെ കൈ നീട്ടി ആളുകളെ അനുഗ്രഹിക്കുന്നു. ആമേൻ. എത്ര പേർക്കത് മനസ്സിലാകുന്നുണ്ട്? നിങ്ങളത്
പിടിച്ചെടുക്കേണ്ടത് പോലെ പിടിച്ചെടുത്താൽ നിങ്ങൾ ഒരിക്കലും വിഷമിക്കില്ല. അയ്യോ, എൻ്റെ ഭർത്താവ് എന്നോട് ചിരിക്കുന്നില്ല, എന്നെ കെട്ടിപ്പിടിക്കുന്നില്ല. ആരും എന്നെ മനസ്സിലാക്കുന്നില്ല. എല്ലാവരും മനസ്സിലാക്കി കഴിഞ്ഞാൽ അവിടെ ഒരു അപകടമുണ്ട്. കാരണം നിങ്ങൾ സ്വർഗീയ രാജ്യത്തിൽ നിന്ന് വന്നവരാ. നിങ്ങൾ അവിടെ തന്നെ നിൽക്കുക. ആ രാജ്യത്തിൽ നിന്ന്, ആ രാജ്യത്വം, നിങ്ങൾ ഈ ലോകത്തിലേക്ക് വന്നത് അവൻ്റെ സ്ഥാനാപതിയായിട്ടാണ്. ആരാണ് നിങ്ങളോട് പറഞ്ഞത് ഈ ലോകത്തിലുള്ളവർ നിങ്ങളെ അംഗീകരിക്കണമെന്ന്? അത് അസംബന്ധമാണ്. ഇതാണ് അടിസ്ഥാനം. ആ അടിസ്ഥാനം നമുക്ക് നഷ്ടമായതുകൊണ്ട് അണ്ണ ഒരു കാലിവിടെ, ഒരു കാലിവിടെ, എൻ്റെ മകൻ, എൻ്റെ മകൻ, എൻ്റെ കുഞ്ഞ്, എൻ്റെ കുഞ്ഞ്. നിങ്ങൾ എല്ലാ ഉപദേശവും നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച്, നിങ്ങളുടെ മകനും മകൾക്കും വേണ്ടതനുസരിച്ച് നിങ്ങൾക്ക് ഇവിടെ നിങ്ങളുടെ മകളെ അനുഗ്രഹിക്കുന്നു, മക്കളെ അനുഗ്രഹിച്ചു എന്ന് പറഞ്ഞാൽ ആ ഉപദേശം നിങ്ങൾക്ക് വളരെ ഇഷ്ടമാണ്. ഞാനും അത് വിശ്വസിക്കുന്നു. എന്നാൽ നിങ്ങളിത് മനസ്സിലാക്കുക, ഇന്ത്യയിൽ പ്രശസ്തമായിട്ടുള്ള കബഡി കളികൾ എത്ര പേർക്ക് അറിയാം? കബഡി നിങ്ങൾക്ക് എത്ര ദൂരം പോകാമോ പോയി മറ്റേ വ്യക്തിയെ തൊടാം. ഒരു അതിരിട്ടിട്ടുണ്ട്. ആ ലൈനിൻ്റെ പുറത്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾ ഔട്ടാകും. നടുവിൽ നിന്നാലും നിങ്ങൾ ഔട്ടാകും. അപ്പോൾ നോക്കുക, നിങ്ങളുടെ സ്ഥാനത്തിൽ നിന്നുകൊണ്ട് നിങ്ങൾ പിശാചിനോട് എതിർത്ത് നിൽക്കുക. ആമേൻ. നിങ്ങളുടെ സ്ഥാനം അത് സ്വർഗീയ മണ്ഡലമാണ്. ആമേൻ. നിങ്ങൾ ഉയരത്തിൽ നിന്നുള്ളവർ, നിങ്ങൾ ഉയരത്തിൽ നിന്നുള്ളവർ. ആമേൻ. നിങ്ങൾ ഉയരത്തിൽ നിന്നുള്ളവർ. ബെൻസ് കാറിനെ കുറിച്ചുള്ള ഉപദേശമല്ല, സ്വർഗീയമായ കാറിലേക്കുള്ള ഒരു സഞ്ചാരമാണത്. എന്നാൽ സ്വർഗം കരുതുന്നു നിങ്ങൾക്ക് ബെൻസ് കാറോ എയ്റോപ്ലെയിനോ അല്ല എൻ്റെ സ്വന്തമായിട്ടുള്ള ജെറ്റോ. ആരാ അത് വേണ്ടെന്ന് പറയുന്നത്? ഞാൻ അതൊന്നുമല്ല അന്വേഷിക്കുന്നത്. ഞാൻ ദൈവരാജ്യത്തെ അത്രയും അന്വേഷിക്കുന്നത്. ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് നൽകപ്പെടുന്നു, അത് നിങ്ങളിലേക്ക് കൂട്ടിച്ചേർക്കപ്പെടുകയാണ് ചെയ്യുന്നത്. ഞാൻ നിങ്ങളോട് പ്രവചിക്കുന്നു, ഞാനൊരു സ്വർഗീയ വ്യക്തിയാണെന്ന് തിരിച്ചറിയാത്തവർ, ഞാൻ സ്വർഗത്തിൽ ജീവിക്കുന്നു, ഞാൻ ഭൂമിയിലായിരുന്നാലും ഞാൻ 100% എൻ്റെ സ്വർഗീയമായ ജീവിതമാണ് എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നില്ലെങ്കിൽ അങ്ങനത്തെ ശുശ്രൂഷ ആകെ തകർന്നു പോകും. അങ്ങനെയുള്ള ജീവിതം തകർന്നു പോകും. എന്തെങ്കിലും ഈ ലോകത്തുള്ള സുനാമി പോലത്തുള്ള അപകടങ്ങൾ വന്നാൽ നിങ്ങൾ തകർന്നു പോകും. നിങ്ങളത് എഴുതി വെച്ചുകൊള്ളുക. അടിസ്ഥാനമില്ലാതെ എത്രത്തെ കാലം നിങ്ങൾക്ക് ഇതിനെ ഓടിക്കൊണ്ടിരിക്കാൻ കഴിയും? നിങ്ങളുടെ അടിസ്ഥാനത്തിൽ വിള്ളൽ വരും. പറയും, ഞങ്ങളോട് പ്രവചിക്കുന്നു, ഒരു ഇളക്കം വരുന്നുകൊണ്ടിരിക്കുന്നു. ഞാൻ നിങ്ങളോട് പ്രവചിക്കുന്നു, ചില ഇളക്കങ്ങൾ സംഭവിക്കാൻ പോകുന്നു. അണ്ണാ, ആദ്യമായിട്ട് ഞാൻ നിങ്ങളെ കാണുകയല്ലേ, കുറച്ച് നല്ല കാര്യം പറഞ്ഞൂടെ അണ്ണാ? ഒരു നല്ല കാര്യം പറ അണ്ണാ. യേശു പറഞ്ഞു, എപ്പോഴും യേശു എന്താണ് പറഞ്ഞത്? ഞാൻ ഉയരത്തിൽ നിന്നുള്ളവൻ, നിങ്ങൾ താഴെ നിന്നുള്ളവർ. ഞാൻ ഉയരത്തിൽ നിന്നുള്ളവൻ, നിങ്ങൾ താഴെ നിന്ന് വന്നവർ. നിങ്ങൾ വായിക്കുക, യേശു സ്വർഗത്തെക്കുറിച്ച് പറഞ്ഞത് മുഴുവൻ അടിവരയിടുക. ആരും പിതാവിനെ കണ്ടിട്ടില്ല, പുത്രനല്ലാതെ ആരും കണ്ടിട്ടില്ല. അവൻ പറയുന്നത്, ഞാൻ ഉയരത്തിൽ നിന്നുള്ളവൻ, ഇപ്പോൾ ഞാൻ എൻ്റെ പിതാവിൻ്റെ മാറിടത്തിലായിരിക്കുന്നു. നിങ്ങൾക്കത് സങ്കല്പിക്കാൻ കഴിയുന്നുണ്ടോ? നിങ്ങൾക്കും പിതാവിൻ്റെ മാറിടത്തിലായിരിക്കാൻ കഴിയും. എന്നിട്ടും ഈ ഭൂമിയിലെ ശുശ്രൂഷ നിങ്ങൾക്ക് തുടരുവാൻ കഴിയും. ആമേൻ. നിങ്ങളുടെ അടുത്തുള്ളവരെ നോക്കി പറഞ്ഞാട്ടെ, നിങ്ങൾക്ക് പിതാവിൻ്റെ മാറിടത്തിലായിരുന്നു കൊണ്ട്
നിങ്ങൾക്ക് സംസാരിക്കാം, നിങ്ങൾക്ക് സ്വർഗീയ മണ്ഡലത്തിൽ തന്നെ ആയിരിക്കാം, എന്നിട്ട് നിങ്ങളുടെ കുടുംബജീവിതം നിങ്ങൾക്ക് നയിക്കാം. ഹാനോക്കിനെ പോലെ ദൈവത്തോട് ചേർന്ന് നിങ്ങൾക്ക് നടക്കാം, നിങ്ങൾക്ക് മക്കളും ഉണ്ടാകാം. ആമേൻ. കബഡിക്കളം പോലെ എപ്പോഴും സ്വർഗീയ മണ്ഡലത്തിൽ തന്നെ ആയിരിക്കുക. അതിനുശേഷം നിങ്ങൾ ലോകത്തെ സ്പർശിക്കുക. അണ്ണാ, അങ്ങനെ ചെയ്താൽ എന്ത് സംഭവിക്കും? നിങ്ങൾ ഈ മാലിന്യമായ ഭൂമിയിൽ സ്വർഗത്തിൻ്റെ വാസന കൊണ്ടുവരുന്നവരായിരിക്കും. ഈ വെളിപ്പാട് നിങ്ങൾക്ക് ലഭിച്ചാൽ നിങ്ങൾ ഒരിക്കലും ഇങ്ങനെ പറയില്ല, ഞാൻ പ്രാർത്ഥിച്ചു എൻ്റെ ബിസിനസ്സിന് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു. നിങ്ങൾക്ക് അങ്ങനെയുള്ള പ്രാർത്ഥനയൊന്നും ഉണ്ടാകുകയില്ല. നിങ്ങൾ പറയും, ഞാൻ എൻ്റെ പിതാവിൻ്റെ ബിസിനസ്സിലായിരിക്കണം. ആമേൻ. നിങ്ങൾ സ്വർഗീയ മണ്ഡലത്തിൽ ജീവിച്ചു കൊണ്ടിരുന്നാൽ ആ ശുശ്രൂഷ പൂർത്തീകരിക്കാനുള്ളതായിരിക്കണം നിങ്ങൾക്ക് എപ്പോഴും നിങ്ങളുടെ ദൗത്യം. 100% നിങ്ങൾക്ക് വേണ്ടതെല്ലാം നൽകപ്പെട്ടിരിക്കും. എന്തിനാണ് ബിസിനസ് എന്തിനാണ്? ദൈവരാജ്യത്തിൻ്റെ ബിസിനസ്സിന് വേണ്ടി. എന്തിനാണ് കുടുംബം? ആ സ്വർഗീയമായിട്ടുള്ള ശുശ്രൂഷ നിങ്ങൾക്ക് നയിക്കുവാൻ. എന്തിനാണ് കാറ്? അതെല്ലാം കൂടുതൽ വേഗത്തിൽ നിങ്ങൾക്ക് നടക്കാൻ, നിങ്ങൾക്ക് പോകുവാൻ, ദൈവരാജ്യത്തിന് വേണ്ടി. എല്ലാവരും കരങ്ങൾ ഉയർത്തിയാട്ടെ, പറഞ്ഞാട്ടെ, പിതാവേ, ഞാനിപ്പോൾ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യേണ്ടത് ആവശ്യമാകുന്നു. പറഞ്ഞാട്ടെ, ഞാനിപ്പോൾ ഒരു അഡ്ജസ്റ്റ് ചെയ്യേണ്ടത് ആവശ്യമാണ്. ഈ ലൗകികമായ ജീവിതത്തിൽ ഞാൻ ഒരുപാട് ബുദ്ധിമുട്ടുന്നു. ഞാനിപ്പോൾ അതുമായിട്ട് ഞാനൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുന്നു. Open my eyes, Lord. I want to see Jesus, to reach out and touch Him, to say that I love Him. Open my ears, Lord. Help me to listen. Open my eyes, Lord. I want to see Jesus. You know what happened? എന്ത് സംഭവിക്കുമെന്നറിയാമോ? നിങ്ങൾ സ്വർഗത്തെക്കുറിച്ച് കൂടുതൽ ബോധമുള്ളവരായിരിക്കുന്നു. ഭൂമിയേക്കാൾ അധികം സ്വർഗത്തെക്കുറിച്ച് ബോധമുള്ളവരായിരിക്കുന്നു. അത് സാധ്യമാണോ? നിങ്ങൾ ദൈവത്തിൻ്റെ സാന്നിധ്യത്തെക്കുറിച്ച് ബോധമുള്ളവരായിരിക്കുന്നു. ഈ എൻ്റെ മകനെക്കുറിച്ചോ, എൻ്റെ ഭാര്യ, എൻ്റെ കുടുംബം, ഞാൻ സ്നേഹിക്കുന്നവൻ, ആ പെണ്ണ്, ഈ പെണ്ണ്, അതിനെക്കുറിച്ചുള്ള ചിന്തകളെല്ലാം മാറിപ്പോകുന്നു. അത് നിങ്ങളുടെ അന്തരീക്ഷത്തിൽ തന്നെ മാറ്റുന്നു. നിങ്ങൾ ആ അന്തരീക്ഷത്തെ മാറ്റുന്നു. സ്വർഗത്തിലിരുന്നു കൊണ്ട് നിങ്ങൾ അന്തരീക്ഷത്തെ മാറ്റുന്നു. നിങ്ങൾ എവിടെ പോയാലും നിങ്ങൾ നിങ്ങളുടെ അകത്തെ മനുഷ്യന് ഒരുപാട് ബോധമുള്ളവരായിരിക്കുന്നു. പുറമെ മനുഷ്യന് ബോധം കൊടുക്കാതെ അധികം പ്രാധാന്യം അകത്തെ മനുഷ്യന് നൽകുന്നു. എത്ര പേര് പറയും, അണ്ണൻ പറയുന്നത് ഞാൻ മനസ്സിലാക്കുന്നു എന്ന് പറയുന്നവർ എത്ര പേരുണ്ട്? നിങ്ങളുടെ പ്രശ്നം എന്തെന്ന് ചോദിച്ചാൽ, നിങ്ങൾ ഈ ഭൗമിക ലോകത്തുള്ള കുടുംബം, നിങ്ങളുടെ ശരീരം, എനിക്കിവിടുത്തെ സാമ്പാർ ഇഷ്ടമല്ല, ഉപ്പുമാവ് എനിക്ക് വെറുപ്പാണ്, പലപ്പോഴും ഞാൻ കഴിച്ചതിന് ശേഷം നിങ്ങൾ എന്നോട് ചോദിച്ചു നോക്ക്, ഞാൻ മറന്നു പോയിരിക്കും എന്താ കഴിച്ചതെന്ന് തന്നെ. എനിക്ക് എന്തെങ്കിലും ഓർമ്മക്കുറവുണ്ടെന്ന് ചിന്തിക്കരുത്. ഞാൻ അതിനത്രയും പ്രാധാന്യം നൽകാറില്ല. യേശു പറഞ്ഞു, ശിഷ്യന്മാർ വന്ന് യേശുവിനോട് പറഞ്ഞു, യേശുവെ കഴിക്കാൻ പറഞ്ഞു. യേശു പറഞ്ഞു, നിങ്ങൾക്കറിയാത്ത ഒരു ഭക്ഷണം എൻ്റെ കയ്യിലുണ്ട്, അത് നിങ്ങൾക്കറിയില്ല.
നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റം നിങ്ങൾക്ക് ആവശ്യമാണോ? നിങ്ങളുടെ അഭിഷേകത്തിൻ്റെ മാറ്റം നിങ്ങൾക്ക് ആവശ്യമാണോ? നിങ്ങളുടെ ശുശ്രൂഷയ്ക്ക് ഒരു മാറ്റം നിങ്ങൾക്ക് ആവശ്യമാണോ? ഇതാണ് അതിനുള്ള താക്കോൽ. ഇതാണ് അതിനുള്ള താക്കോൽ. അണ്ണ ഇതിനെന്തെങ്കിലും എളുപ്പവഴിയുണ്ടോ? ഉണ്ട്. അത് നിങ്ങളെ മുകളിൽ നിന്ന് മുറിച്ചിട്ട് നിങ്ങൾ കുറുകിയവരെ പോലെ ആയിത്തീരും. നിങ്ങൾക്ക് പിന്നെ അങ്ങനെ ഉയരത്ത് വളരാൻ കഴിയുകയില്ല. നിങ്ങൾക്ക് രാജ്യത്തെ ഇളക്കുവാൻ കഴിയില്ല. നിങ്ങൾക്ക് അനുഗ്രഹത്തെ കൊണ്ടുവരാൻ കഴിയാതെ വരും. നിങ്ങൾ സ്വർഗത്തിൽ നിന്നുള്ള സ്ഥാനാപതികളാകുന്നു. ഭൗമിക ജീവിതം വളരെ ഹ്രസ്വകാലമാണ്. അത് വളരെ കുറച്ചേ ഉള്ളൂ. വളരെ 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 ഹ്രസ്വമാണ്. വളരെ ഹ്രസ്വമാണ്. നിങ്ങൾ അയക്കപ്പെട്ടിരിക്കുന്നു. നിങ്ങൾ അയക്കപ്പെട്ടിരിക്കുന്നു ഒരു ദൗത്യത്തിന് വേണ്ടി. ആമേൻ. ചെയ്താ പോരെ? നിങ്ങളൊരു സ്വർഗീയ വ്യക്തിയാണ്. ഒരു ദൗത്യത്തിന് വേണ്ടി അയക്കപ്പെട്ടവർ. ആമേൻ. ഭൂമിയിൽ സ്വർഗത്തെ കൊണ്ടുവരുന്നവർ. ആമേൻ. ദൈവത്തിൻ്റെ രാജ്യത്തെ അന്വേഷിച്ച് കൊണ്ടുവരുന്നവർ. അതിനുശേഷം ദൈവം പറയുന്നത് അതിനുള്ള ഏറ്റവും നല്ല ഭാര്യ ശരി എന്ന് പറയും. എൻ്റെ ഭാര്യയെക്കാളും നല്ലതല്ല കേട്ടോ. നല്ല മക്കളാണോ? അതെ, ശരി. നല്ല കാറാണോ? ശരി. എൻ്റെ സ്വന്തം എയർപ്ലെയിനാണോ? ശരി. എൻ്റെ രാജ്യം പണിയുന്നതിന് വേണ്ടി എന്തെല്ലാം നിങ്ങൾക്ക് വേണമോ ഇതൊക്കെയും നിങ്ങൾക്ക് ലഭിക്കും. ആമേൻ. നിങ്ങൾക്ക് നൽകപ്പെടുമെന്നല്ല, അതിൽ കൂട്ടിച്ചേർക്കപ്പെടുമെന്നാണ് പറയുന്നത്. നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് എന്തുമായിക്കൊള്ളട്ടെ, എന്തൊക്കെയാണ് നിങ്ങൾ വിഷമിക്കുന്നത്, എന്തൊക്കെയാണ് നിങ്ങളെ ഭാരപ്പെടുത്തുന്നത്, ദൈവത്തിൻ്റെ കണ്ണിൽ ഇതെല്ലാം നിങ്ങൾക്ക് മുന്നമേ കൂട്ടിച്ചേർക്കപ്പെട്ടിരിക്കും. ഇതാണ് നിങ്ങളുടെ അടിസ്ഥാനം എന്ന് മനസ്സിലാക്കുക. അതൊരു ഉപദേശമല്ല, അത് നിങ്ങളുടെ ജന്മാവകാശമാണ്. നിങ്ങളുടെ ജനനമേ അങ്ങനെയാണ്. ഇതിനോട് കൂടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്ത് ഉപദേശവും കൂട്ടിച്ചേർത്തുകൊള്ളൂ. എനിക്ക് ഉപദേശങ്ങളിൽ വലിയ താല്പര്യമില്ല. ഇവരെന്താ വിശ്വസിക്കുന്നത്, അവരാണ് വിശ്വസിക്കുന്നത്. എത്രത്തോളമാണ് നിങ്ങൾ ഉയരത്തിൽ നിന്ന് വന്നവരെന്ന് വിശ്വസിക്കുന്നവർ, അങ്ങനെയുള്ളവർ, അവരുടെ ചിന്തകൾ, അവരുടെ മനസ്സ്, അവരുടെ സങ്കല്പങ്ങൾ എല്ലാം ഉയരത്തിൽ തന്നെ ആയിരിക്കും. ആമേൻ. നിങ്ങളുടെ മനസ്സ് ഉയരത്തിലുള്ള കാര്യങ്ങളിലേക്ക് ആകുമ്പോൾ അതിന് എന്തെല്ലാമാണ് നിങ്ങൾക്ക് ആവശ്യമുള്ളത് അതെല്ലാം കൂട്ടിച്ചേർക്കപ്പെടുന്നു. ആമേൻ. നിങ്ങൾക്ക് ആരും നൽകാനില്ലെങ്കിൽ നിങ്ങളുടെ പൂണ്ടിയിലുള്ള കാക്ക ആമേ, പൂണ്ടിയിലുള്ള ഒരു കാക്ക വന്നിട്ട് നിങ്ങൾക്ക് ഒരു ബെൻസ് കാർ കൊണ്ടുതരും. ആമേൻ. ബെൻസ് കാർ എന്ന് പറഞ്ഞപ്പോൾ ആ സഹോദരൻ അവിടെ തുള്ളിച്ചാടുക. എനിക്കറിയാം ആ വ്യക്തി ഒരു പ്രാർത്ഥന മനുഷ്യനാണ്. ദയവായി മനസ്സിലാക്കുക, എന്തെല്ലാമാണ് നിങ്ങൾ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നത്, എന്തെല്ലാമാണ് നിങ്ങളുടെ സമയത്തെ അധികം അപഹരിക്കുന്നത്. നിങ്ങൾ എന്നോട് പറഞ്ഞാട്ടെ, എന്താണ് ഭാര്യ ഭർത്താവ് തമ്മിലുള്ള വഴക്ക്, അതിനുള്ള പ്രധാന കാരണം എന്താണെന്ന് ഞാൻ പറഞ്ഞു തരാം അതിൻ്റെ പ്രശ്നം എന്താണെന്ന്. എന്താണ് നിങ്ങളെ രോഗിയാക്കുന്നത്, എന്താണ് നിങ്ങളുടെ അധികം സമയമെടുക്കുന്നത്? മകൻ്റെ കല്യാണമാണോ? അത് മകൻ നോക്കിക്കൊള്ളും. അവന് കരുതാൻ അറിയില്ല. അങ്ങനെയാണെങ്കിൽ അവൻ കല്യാണം കഴിഞ്ഞാൽ അവന് കരുതാൻ അറിയില്ല എന്നാണ് പറയേണ്ടത്.
അവരുടെ കല്യാണത്തിന് വേണ്ടി 6 മാസം ഇരുന്ന് ഉപവസിച്ച് പ്രാർത്ഥിക്കുന്നു. 7ാമത്തെ മാസത്തിൽ വിവാഹമോചനം. സകലത്തെ ഉപേക്ഷിക്ക്, നിങ്ങൾ ഉയരത്തിൽ നിന്നുള്ളവരാകുന്നു. നിങ്ങളുടെ മനസ്സ് ഉയരത്തിൽ തന്നെ ആയിരിക്കട്ടെ. യുവാക്കളായിരിക്കുന്ന പെൺകുട്ടികളെ, ആൺകുട്ടികളെ, നിങ്ങളുടെ മനസ്സ് അവിടെ സ്പർശിക്കുകയല്ല, അവിടെ ഉറപ്പിച്ചാൽ, ഇവിടെ ക്യാമറ ഉറപ്പിച്ചതുപോലെ, ഞാൻ എത്രത്തോളം നേരം ഇവിടെ ഇരിക്കുന്നു അതുപോലെ ക്യാമറ അവിടെ ഉണ്ടാകും. എന്നേക്കുമായിട്ട് നിങ്ങൾ അതുപോലെ ഉറപ്പിക്കുക. സ്വർഗീയ കാര്യങ്ങളിൽ നിങ്ങൾക്ക് സ്വർഗീയമായ ഭർത്താവ് ഉണ്ടാകും, നിങ്ങൾക്ക് സ്വർഗീയമായിട്ടുള്ള ഭാര്യ ഉണ്ടാകും. ആമേൻ. ഒരുപാട് പേർക്ക് സന്തോഷമായി അണ്ണൻ പ്രവചനം നൽകി. ഞാൻ പറയട്ടെ, നിങ്ങൾ ഒരു ഭൗമികമായ ജീവിതം ജീവിച്ചിട്ട് ഒരു സ്വർഗീയ ഭർത്താവ് വേണമെന്ന് നിങ്ങൾ പ്രാർത്ഥിച്ചാൽ, പിശാച് നല്ല മനോഹരമായിട്ടുള്ളൊരു ഭർത്താവിനെ നരകത്തിൽ നിന്ന് നിങ്ങൾക്ക് നൽകിത്തരും. നിങ്ങൾ പറഞ്ഞേക്കാം, ഓ ഞാൻ പ്രാർത്ഥിച്ചല്ലോ, എന്തുകൊണ്ടാണ് ദൈവം കേൾക്കാത്തതെന്ന് ചോദിച്ചാൽ, പിശാച് കേട്ടിരുന്നു. ചില ആളുകൾ അങ്ങനെ ആയിട്ട് ആരോ എവിടെയുണ്ട്. दो दिन का मेला ये दुनिया, 2 दिन का मेला ये दुनिया, सुंदर सुंदर महल बनाए, कौड़ी कौड़ी माया जोड़ी, काली आया काली जाना, काली आया काली जाना, धोखा ही धोखा है ये सब कुछ छोड़ के जाना है, कई धोखा है ये सब कुछ छोड़ के जाना है, ये दुनिया 2 दिन का मेला। spirit sensitive people will ആത്മാവിൽ വളരെയധികം ശ്രദ്ധ കൊടുക്കുന്നവർക്ക് മനസ്സിലാകും എസെക്കിയേൽ പ്രവചിക്കുന്നതാണ്. കഷണിയായവർ ചിന്തിക്കും, പാട്ട് നല്ലതാണ്, കുഴപ്പമില്ല, നല്ല രീതിയിൽ നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഞാൻ പറയും, മട്ടി ആറ ഖറ ബട്ട റട്ട റട്ടേ. നിങ്ങൾക്കറിയാമോ, ഒരു പ്രവാചകൻ പ്രവചിക്കുമ്പോൾ അതൊരു സ്വർഗീയ പ്രവചനമാണ്. നിങ്ങൾക്കറിയാമോ, ഒരു പ്രവാചകൻ പാട്ട് പാടിയാലോ തമാശ പറഞ്ഞാലോ അതൊരു സ്വർഗീയ തമാശയാണ്. നിങ്ങൾക്കറിയാമോ, നിങ്ങൾക്ക് മനസ്സിലാക്കുന്നില്ല, പ്രവാചകൻ നിങ്ങളുടെ 2 കരണത്തും അടിച്ചുകൊണ്ടിരിക്കുക. നിങ്ങൾക്കറിയില്ലേ? പൊതുവായി പറഞ്ഞാൽ ഈ പ്രവാചകനും മറ്റു പ്രവാചകന്മാരും നമ്മൾ വ്യത്യാസം എന്ന് പറഞ്ഞാൽ, ഞാൻ ചിരിച്ചുകൊണ്ടൊക്കെ മുഖത്തടിക്കും, അവർ കുറച്ച് ഗൗരവത്തിൽ തന്നെ അടിക്കും. छोड़ के जाना है, छोड़ के जाना है, ये दुनिया 2 दिन का मेला, ये दुनिया 2 दिन। understand, ഒരു കാര്യം മനസ്സിലാക്കുക, this is the prophetic, ഇതാണ് പ്രവചനാത്മാവിൽ ഒഴുകുന്നത്. എനിക്ക് വന്നിട്ട് നമ്മൾക്ക് യോഹന്നാൻ്റെ സുവിശേഷം തുറക്കാമോ?
എന്ന് പറഞ്ഞ് എനിക്ക് പ്രസംഗിക്കാം. ഞാൻ നിങ്ങളോട് പറയട്ടെ, ഞാൻ വേദപുസ്തകം നിങ്ങളെക്കാൾ അധികമായിട്ട് വായിച്ചിട്ടുണ്ട്. എനിക്ക് ഒരു പ്രസംഗത്തിൽ തന്നെ 100 കുറിപ്പുകൾ എനിക്ക് നൽകാൻ കഴിയുമെന്ന് പറഞ്ഞു. അണ്ണാ, കുറച്ച് അഹങ്കാരമല്ലേ അത്? അതെ, എനിക്ക് കുറച്ച് അഹങ്കാരം തന്നെയാ. ഒരു ദിവസം ദൈവത്തിൻ്റെ ആത്മാവ് ഇങ്ങനെ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, എൻ്റെ പല പ്രവാചകന്മാരും അവർ ഉപദേഷ്ടാക്കന്മാരായി മാറി. ഞാൻ അവൻ കരയുന്നത് കേട്ടു. അതിനുള്ള ദൈവത്തിൻ്റെ വചനത്തിനുള്ള ഒരു ആവശ്യമുണ്ട്. നല്ല ഫ്രഷായിട്ടുള്ള വചനം ദൈവത്തിൻ്റെ ഹൃദയത്തിൽ നിന്ന് നേരിട്ട് വരുന്നത് തൻ്റെ മക്കൾക്കത് ആവശ്യമാണ്. എന്നാൽ ആളുകൾ അവർക്ക് വളരെ തിരക്കുള്ളവരായി. എന്തിനു വേണ്ടി? ഒരു പ്രസംഗം ഒരുക്കുന്നതിന്. ഞാൻ അങ്ങനെ പ്രസംഗം ഒരുക്കുന്നതിനെതിരല്ല. നിങ്ങളൊരു ഉപദേഷ്ടാവായി വിളിക്കപ്പെട്ടവനാണെങ്കിൽ അങ്ങനെ ആയിരിക്കുക. എന്നാൽ ഒരുപാട് പ്രവാചകന്മാർ. അതുകൊണ്ടാണ് ഇന്ത്യയിൽ, യൂറോപ്പിൽ വളരെ ഭയാനകമാണ് സാഹചര്യം. ഞാൻ പലപ്പോഴും യൂറോപ്പിൽ പോയിട്ടുണ്ട്. പരിശുദ്ധാത്മാവുമായിട്ട് ഒഴുകുന്നവരെ ഞാൻ അധികം കണ്ടിട്ടില്ല. പ്രവാചകന്മാർ സഭയ്ക്കകത്തില്ലെങ്കിൽ അതിനകത്ത് തീയുടെ അനുഭവം ഉണ്ടാകുകയില്ല, അതിനകത്ത് ഒരു ഉഷാറുണ്ടാകുകയില്ല, അതിനകത്ത് ഒരു ജ്വലനം ഉണ്ടാകുകയില്ല. എന്താണ് തലയിൽ നിന്ന് വരുന്നത് അത് മറ്റുള്ളവരുടെ തലയിലേക്ക് പകരപ്പെടും. പക്ഷെ എന്താണ് ഹൃദയത്തിൽ നിന്ന് വരുന്നത് അത് മാത്രമേ മറ്റുള്ള ഹൃദയത്തിന് മാറ്റം വരുത്തുകയുള്ളൂ. തലയിൽ നിന്നുള്ളൊരു പ്രസംഗമുണ്ട്, ഹൃദയത്തിൽ നിന്നുള്ള പ്രസംഗമുണ്ട്. തലയിൽ നിന്നുള്ള പ്രസംഗം അത് മറ്റുള്ള ബുദ്ധിയുള്ളവരുടെ തലയെ തൊടും. അവർ പറയും, എന്തു നല്ല മനോഹരമായിട്ടുള്ള സംസാരം. ഹൃദയത്തിൽ നിന്ന് പ്രസംഗിക്കുമ്പോൾ ബുദ്ധിയുള്ള ഒരുപാട് പേര് പറയും, ഇവൻ എന്താണ് ഈ പ്രസംഗിക്കുന്നത്, പാടുന്നു, ചിരിക്കുന്നു. പക്ഷേ ഹൃദയത്തിൽ നിന്ന് ഹൃദയത്തിലേക്ക്. ആമേൻ. നിങ്ങൾ അതെ എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ആ ഒഴുക്കിനോട് അതെ എന്ന് പറഞ്ഞ് അനുവാദം കൊടുത്താൽ, യേശു പറഞ്ഞു, ഒരുവൻ ദാഹിക്കുന്നുവെങ്കിൽ അവൻ എൻ്റെ അടുക്കൽ വരട്ടെ, എന്നിൽ നിന്ന് അവൻ കുടിക്കട്ടെ. എന്നിൽ വിശ്വസിക്കുന്നവനോ അവൻ്റെ ഉള്ളിൽ നിന്ന്, അവൻ്റെ ഹൃദയത്തിൽ നിന്ന്, ശരിക്കും പറഞ്ഞാൽ അവൻ്റെ ആത്മാവിൽ നിന്ന്, മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ അവൻ്റെ ഏറ്റവും അടിത്തട്ടിൽ നിന്ന് ഒഴുകും ജീവജലത്തിൻ്റെ നദികൾ ഒഴുകും. ഞാനൊരു സുവാർത്ത നിങ്ങളോട് പറയട്ടെ. അത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടിയുള്ള എൻ്റെ പ്രാർത്ഥനയാണ്. ഈ സെമിനാറിന് ശേഷം നിങ്ങൾ ഒഴുകുന്ന ഒരു വ്യക്തിയായിത്തീരുന്നു. ആമേൻ, ആമേൻ. ആ നദി ഒഴുകുന്നു. നിങ്ങളുടെ നിങ്ങൾ തുറക്കുമ്പോൾ ആ പരിശുദ്ധാത്മാവിൻ്റെ നദി ഒഴുകുന്നു. ആമേൻ. ഞാൻ ഉപദേശത്തിനെതിരല്ല, എല്ലാവരും ഇരുന്നാട്ടെ. ദൈവം ആ ഉപദേശം എനിക്ക് നൽകിയിട്ടുണ്ടെങ്കിൽ ആ ഒഴുക്കിനനുസരിച്ച് ഞാനും ഒഴുകിക്കൊണ്ടേയിരിക്കും. ആമേൻ. അല്ലെങ്കിൽ ഞാൻ സ്ലോ ആയി പോകും. തലയിൽ നിന്ന് വരുന്നത് അത് തലയിലേക്ക് പോകുന്നു, എന്നാൽ ഹൃദയത്തിൽ നിന്ന് വരുന്നത് ഹൃദയത്തിലേക്ക് പ്രവേശിക്കുന്നു. ആമേൻ. ഒരിക്കലും ഒഴുകുന്നതിന് ശ്രമിക്കരുത്. നിങ്ങളുടെ ഹൃദയം കാലിയായിരിക്കുമ്പോൾ അതിനു വേണ്ടി ശ്രമിക്കരുത്.
ഹൃദയത്തിൽ നിന്ന് നിറഞ്ഞു കവിയുന്നതാണ് വായ സംസാരിക്കുന്നത്. പരിശുദ്ധാത്മാവിനോട് പറഞ്ഞു, ഇന്ന് എന്നോട് പറഞ്ഞു, നിങ്ങളിൽ പലരും ഇവിടെ ഇരിക്കുന്ന അത്ഭുതം പ്രവർത്തിക്കുന്നവരും എൻ്റെ വേദപുസ്തക അടിസ്ഥാനത്തിലുള്ള അപ്പോസ്തലന്മാർ, പ്രവാചകന്മാർ, ഉപദേഷ്ടാക്കന്മാർ, സുവിശേഷകന്മാർ, പാസ്റ്റർമാർ, ഒരു മൂപ്പൻ പോലും വേദപുസ്തക അടിസ്ഥാനത്തിൽ അവൻ അത്ഭുതവും അതിശയവും അടയാളവും ചെയ്യുന്നവനാകുന്നു. അപ്പോസ്തലനിൽ അത്ഭുതം ഇല്ലാത്തവനാണെങ്കിൽ അവനൊരു ശുശ്രൂഷകനല്ല. പ്രവാചകനിൽ നിന്ന് അത്ഭുതം ഇല്ലെങ്കിൽ, ഒഴിച്ചു കഴിഞ്ഞാൽ അവൻ ഒരിക്കലും വെറുതെ ഒരു ഉത്സാഹം നൽകുന്ന പ്രസംഗനെ പോലെ ആയിത്തീരും. ഒരു ഉപദേഷ്ടാവിൽ നിന്ന് അത്ഭുതത്തെ ഒഴിവാക്കിയാൽ അതിശയങ്ങളോ അത്ഭുതങ്ങളോ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യമോ അതൊരു ഉണങ്ങിയ പ്രസംഗനെ പോലെ ആയിരിക്കും ആ വ്യക്തി. ഒരു പാസ്റ്ററിൽ നിന്ന് അസാധാരണമായ കാര്യങ്ങൾ ഇല്ലെങ്കിൽ അവനൊരു നല്ല ഇടയനല്ല, അവനൊരു എപ്പോഴും ഇറച്ചി വെട്ടുകാരനെ പോലെ ആയിരിക്കും. നിങ്ങൾക്കറിയാം, ഇറച്ചി വെട്ടുന്നവരെ അറിയില്ലേ? ആടിനെ അങ്ങ് എടുക്കും, ഞായറാഴ്ച ആടുകൾ വരാൻ വേണ്ടി കാത്തിരിക്കും, കത്തിയെടുക്കും, വെട്ടിക്കൊണ്ടേയിരിക്കും. ഒരു സുവിശേഷകൻ അത്ഭുതങ്ങളും അടയാളങ്ങളും അവൻ ഇല്ലെങ്കിൽ അവൻ എലാസ്റ്റിക് പോലത്തെ സുവിശേഷകനായിരിക്കും, വെറുതെ നീണ്ട് പ്രസംഗിച്ചു കൊണ്ടേയിരിക്കും. ക്രിസ്ത്യാനിത്വം എന്നാൽ അസാധാരണമാണ്. എല്ലാ വിശ്വാസിയും അവൻ അസാധാരണ വ്യക്തിയാകുന്നു. നിങ്ങളുടെ വീണ്ടും ജനനം അതൊരു അത്ഭുത ജനനമാണ്. ഒരു സാധാരണ ജനനം ഒരു അസാധാരണ ജനനവും നിങ്ങളുടെ മാതാപിതാക്കൾക്ക് ജനിക്കുമ്പോൾ അത് സാധാരണ ജനനമാകുന്നു. സത്യസന്ധമായി ഞാൻ പറയട്ടെ, ഒന്നും സാധാരണമല്ല. ഒരു പൂ പോലും അത് സാധാരണമല്ല. ഒരു ഗ്ലാസ് പോലും സാധാരണമല്ല. ഒരു കല്ല് പോലും അത് സാധാരണമല്ല. എന്തെന്നാൽ ദൈവം ഈ ഭൂമിയെ മുഴുവൻ ഉണ്ടാക്കിയപ്പോൾ ഒരു വാക്കാണ് അവൻ പറഞ്ഞത്: മലകളെ, താഴ്വരകളെ, നദികളെ, പുഷ്പങ്ങളെ, ആന, കുതിരകളെ. അവനത് പറഞ്ഞപ്പോൾ എല്ലാം ഉണ്ടാക്കപ്പെട്ടു. എല്ലാം ഒരു അത്ഭുതമാണ്. പക്ഷെ എന്തുകൊണ്ടാണ് നമ്മൾ അതിനെ സാധാരണമെന്ന് പറയുന്നത്? നിങ്ങളതിനെ കണ്ട് അതിങ്ങനെ കണ്ട് നിങ്ങളത് അങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നു. നിങ്ങളതിനെ തൊടുന്നു, നിങ്ങൾ സ്പർശിക്കുന്നു. എനിക്ക് നിങ്ങളെ തൊടാം, പക്ഷെ എനിക്ക് ദൂതനെ തൊടാൻ കഴിയില്ല. ഒരു ദൂതനെ തൊടണമെങ്കിൽ എൻ്റെ അകത്തെ മനുഷ്യൻ ദൂതനെ പിടിച്ചുകൊണ്ട് അവന് നടക്കാൻ കഴിയും. ആമേൻ. അതാണ് ക്രിസ്തീയ നടപ്പ്. അണ്ണ, എന്താണ് അസാധാരണം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ അധികമായിട്ടുള്ള ബോധ്യം നിങ്ങളുടെ അകത്തെ മനുഷ്യനിലേക്ക് ആകുന്നു, ദൈവത്തിൻ്റെ സാന്നിധ്യത്തിലുമാകുന്നു. ഞാൻ മുറിയിൽ നിന്ന് താഴേക്ക് വരുമ്പോൾ ഞാൻ കാണുന്നു ദൂതന്മാർ കൂടെ വരുന്നത്. ആമേൻ. യേശു എൻ്റെ കൈ പിടിച്ചിരിക്കാം, ഒരു മണവാളൻ മണവാട്ടിയെ പിടിച്ചിരിക്കുന്നത് പോലെ. ഇത് കണ്ണ് കാണില്ല, ഈ സാധാരണ ചെവി കൊണ്ട് കേൾക്കാനും കഴിയില്ല. പക്ഷെ അകത്തെ മനുഷ്യൻ തുള്ളിക്കൊണ്ടിരിക്കും. ഓ, എൻ്റെ മണവാളൻ എന്നെ പിടിച്ചിരിക്കുന്നു. ഇപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങൾ എന്തിനാണ് കൂടുതൽ പ്രാധാന്യം നൽകുന്നത്? നിങ്ങളോട് പറഞ്ഞാട്ടെ. നിങ്ങളുടെ ശ്രദ്ധ മുഴുവൻ എടുക്കുന്നത്, ഏറ്റവും അധികം എടുക്കുന്നത് എന്താണ്?
പ്രാർത്ഥിക്കുമ്പോൾ എല്ലാവരും ദൂതന്മാരെ പോലെ ആയിരിക്കും. 40 ദിവസം ഉപവസിച്ച് പ്രാർത്ഥിക്കുന്നവരെ കണ്ടിട്ടുണ്ട്. 40 ദിവസത്തിന് ശേഷം അതിന് 2 ആഴ്ചയ്ക്കുള്ളിൽ ദൂതൻ പിശാചായതുപോലെ ആകുന്നു. അതല്ല ഞാൻ പറയുന്നത്. എന്താണ് നിങ്ങളുടെ മനസ്സിനെ കൂടുതലായിട്ട് പിടിച്ചു വച്ചിരിക്കുന്നത്? സദാസമയം എപ്പോഴും സ്ഥിരതയോടെ നിങ്ങളെ പിടിച്ചു വെച്ചിരിക്കുന്നത് എന്താണ്? നിങ്ങളൊരു വീണ്ടും ജനിച്ച വ്യക്തിയാണെന്നുള്ള ബോധ്യം നിങ്ങൾക്കുണ്ടോ? ഞാനൊരു പുതു സൃഷ്ടിയാണെന്നുള്ള ഒരു ചിന്ത നിങ്ങൾക്ക് എപ്പോഴും ഉണ്ടോ? ഞാനൊരു പുതിയ ഒരു മനുഷ്യനാണ്, ഞാൻ ക്രിസ്തുവിൻ്റെ സ്വരൂപത്തിൽ ഉണ്ടാക്കപ്പെട്ടിരിക്കുന്നു എന്ന ചിന്തയാണോ? എൻ്റെ അകത്തെ വീണ്ടും ജനിക്കപ്പെട്ട ആ സൃഷ്ടി അത് ദൈവത്തെ പോലെ വിശുദ്ധനാണ് എന്നതിലാണോ? നിങ്ങൾ ഇതിൽ ബോധ്യമുള്ളവരാകുമ്പോൾ ഒരു പുതിയ ലോകം നിങ്ങൾക്ക് തുറക്കപ്പെടുന്നു. ആ സമയത്ത് നിങ്ങളുടെ ഭയം പോകുന്നു. എലീശയുടെ ദാസൻ ഓടി വന്നു എലീശയുടെ അടുത്തേക്ക് ഓടി വന്നു. അയ്യോ 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 കർത്താവേ. എലീശ പറഞ്ഞു, എന്താ 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 പറ്റിയ നീ പറയ? ആസ്മയാണോ? അല്ല, എന്താ പറ്റിയത്? അല്ല, എന്താ നമ്മൾ ചെയ്യുക? എന്തിനാണ് നീ നിന്റെ പാർട്ടിയിൽ എന്നെ ചേർത്തത്? എന്ത് പറ്റിയെന്ന് പറ. ഫിലിസ്തീർ, എല്ലായിടത്തും ഫിലിസ്തീർ വന്നിരിക്കുന്നു. എലീശ പറഞ്ഞു, ഞാൻ പോയി ഉപവസിച്ചിട്ട് വരാം. അങ്ങനെയാണോ എലീശ പറഞ്ഞത്? അല്ല. അവനങ്ങനെ പറഞ്ഞോ? ഞാൻ 3 മണിക്കൂർ അന്യഭാഷ സംസാരിച്ചിട്ട് വരാമെന്ന് എലീശ പറഞ്ഞോ? ഇല്ല. എലീശ അവനും ജീവിച്ചിരുന്ന നോക്കി. എലീശ അവിടെയുണ്ട്, എലീശൻ്റെ സുഹൃത്തുണ്ട്, അവൻ്റെ ദാസൻ ഗേഹസി. 2 പേരും അന്യഭാഷ സംസാരിക്കുന്നവരാണ്. ഞാൻ ഊഹിക്കുന്നതാണ്, പഴയ നിയമത്തിലെ കാര്യമാണ്. എല്ലാവരും നന്നായി, 2 പേരും നന്നായി ആരാധിക്കുന്നവർ. 2 പേരും ഒരേ പ്ലേറ്റിൽ നല്ല രീതിയിൽ പ്രാർത്ഥിക്കുന്നു, ഭക്ഷിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. എലീശ പറഞ്ഞു, നമ്മോട് കൂടെയുള്ളവർ, ആമേൻ 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 ആമേൻ, നമ്മോട് കൂടെയുള്ളവർ അവരെക്കാളും അധികമാകുന്നു, അവരോടുള്ളവരെക്കാൾ അധികമാകുന്നു. എന്താണ് വ്യത്യാസം? അവൻ ആ സ്വർഗീയ മണ്ഡലത്തിൽ ജീവിച്ചിരുന്നു, പക്ഷേ ആ ഗേഹസി ആണെങ്കിൽ ഭൗമികമായ ലോകത്തിൽ ജീവിച്ചിരുന്നു. എന്നാലും ഒരേ സ്ഥലത്ത്, ഒരേ സഭയിൽ സഹപാസ്റ്റർ. എനിക്ക് അങ്ങനെ ഒരു സഹപാസ്റ്റർ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ പറഞ്ഞേ, പാസ്റ്റർ പോയിക്കൊള്ളുക, നിങ്ങൾ അവരോട് പോകുക എന്ന് പറഞ്ഞില്ലെങ്കിൽ നിങ്ങളെ അവൻ ഓടിക്കും. സ്വർഗീയമായ മനസ്സുള്ളവരുമായിട്ട് ചേർന്നിരിക്കുക. സ്വർഗീയമായ കാര്യങ്ങളെ കാണുന്നവർ, ലൗകിക കാര്യങ്ങളെക്കാളും സ്വർഗീയ കാര്യങ്ങൾ കാണുന്നവരെ, ദൈവരാജ്യത്തിന് മറ്റുള്ളതിനേക്കാളും അധികം പ്രാധാന്യം നൽകുന്നവരോടുമായിട്ട് നിങ്ങൾ ബന്ധപ്പെട്ടിരിക്കുക, അവരോടുകൂടെ യോജിക്കുക. അതിനുശേഷം അവൻ പറഞ്ഞു, കർത്താവേ, അവൻ്റെ കണ്ണുകളൊന്ന് തുറക്കണമേ. ആ സമയത്ത് പോലും എലീശ പറഞ്ഞില്ല എൻ്റെ കണ്ണും തുറക്കണമേ എന്ന് പറഞ്ഞില്ല. അവൻ്റെ കണ്ണ് തുറന്നിരിക്കുകയായിരുന്നു സദാസമയവും. എന്തെന്നാൽ അവൻ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിന് അധികം പ്രാധാന്യം നൽകിയവനായിരുന്നു, പിശാചിൻ്റെ സാന്നിധ്യത്തെക്കാളുപരി.
നിങ്ങളുടെ കണ്ണുകളെ തിരിക്കുക ശാപത്തിൽ നിന്ന് അനുഗ്രഹത്തിലേക്ക്. ആമേൻ. പിശാചിനെ നിങ്ങളുടെ സ്ഥാനത്ത് നിന്നുകൊണ്ട് ആ സ്വർഗീയ മണ്ഡലത്തിൽ ഇരുന്ന് കാണുക. കുറച്ച് സമയം എന്തുകൊണ്ട് അന്യഭാഷ സംസാരിച്ചുകൂടെ? എല്ലാവരും അന്യഭാഷയിൽ സംസാരിച്ചാട്ടെ. How many of you will? നിങ്ങൾ എത്ര പേര് തീരുമാനിക്കുന്നു? ഞാൻ തീരുമാനിച്ചിരിക്കുന്നു, എൻ്റെ മണ്ഡലത്തിൽ ഇനി ഞാൻ ജീവിക്കാൻ തീരുമാനിക്കുന്നു എന്ന് പറയുന്നവർ എത്ര പേരുണ്ട്? സ്വർഗീയ മണ്ഡലത്തിൽ യേശുവിനോട് കൂടെ. എൻ്റെ മണ്ഡലം അത് 100% അസാധാരണ മണ്ഡലമാണ്. എൻ്റെ മണ്ഡലം, എൻ്റെ ഭവനം അത് സ്വർഗമാണ്. ആ ഭവനത്തിലിരുന്ന് ഞാൻ പ്രവർത്തിക്കുന്നു. അതാണ് അവിടെ നിന്നുള്ളതാണ് എൻ്റെ ലൗകികമായ ജോലി ചെയ്യുന്നത്. നിങ്ങൾക്കൊരു ഭവനമുണ്ട്, അവിടെ ഒരു ഓഫീസുണ്ട്, നിങ്ങൾക്കൊരു ഭവനവുമുണ്ട്, നിങ്ങൾക്ക് ഒരു ജോലി ചെയ്യുന്ന ഒരു ഔദ്യോഗികമായ സ്ഥലമുണ്ട്. നിങ്ങൾ എവിടെയാണ് ജീവിക്കുന്നത്? എവിടെയാണ് നിങ്ങൾ ജീവിക്കുന്നത്? ഭവനത്തിലോ ഓഫീസിലോ? എവിടെയാണ് നിങ്ങളുടെ മനസ്സ് ഉറപ്പിച്ചിരിക്കുന്നത്? നിങ്ങൾ അവിടേക്ക് പോകുക, അവിടേക്ക് പോയി നിങ്ങൾ വരിക. ഈ ലോകം എൻ്റെ ഭവനമല്ല. ഞാൻ ഇവിടുത്തെ ഒരു സഞ്ചാരി. സ്വർഗം എൻ്റെ ഭവനമല്ലെങ്കിൽ എവിടേക്ക് ഞാൻ പോകും? ദൂതന്മാർ സ്വർഗത്തിൽ നിന്ന് ഈ ലോകത്തിൽ എവിടെയായിരുന്നാലും ഈ ലോകം എനിക്ക് ഭവനമല്ല. എന്തുകൊണ്ട് നമുക്ക് ഒരിക്കലും അത് പാടിക്കൂടാ? ഞാൻ എന്താണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്? ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നു. ആ ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തിലേക്ക് വരുവാൻ വേണ്ടി പറയുക. നിങ്ങളുടെ ഭവനം അതാണ്. നിങ്ങൾ അതിൽ നിന്ന് പുറത്തു പോകാൻ ആഗ്രഹിച്ചിരുന്നു. ഞാൻ പറയുന്നത്, നിങ്ങൾ പുറത്തു പോയിരിക്കുന്ന സ്ഥലത്ത് നിന്ന് നിങ്ങളുടെ ഭവനത്തിലേക്ക് നിങ്ങൾ മടങ്ങി വരിക. എല്ലാവരും ഒരുമിച്ച് പാടിയാട്ടെ. വീണ്ടും പാടുക. I'm just passing through. My treasures are laid up somewhere beyond the blue. The angels beckon me from heaven's open door, and I can't feel at home in this world anymore. Again. നിങ്ങൾ ശ്രദ്ധിച്ചാട്ടെ. ഞാൻ എന്തെങ്കിലും നിങ്ങളെ പഠിപ്പിക്കുകയല്ല. അത് നിങ്ങളുടെ ഹൃദയത്തിലേക്ക് തുളച്ച് കയറ്റാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്, നിങ്ങളുടെ മനസ്സിലേക്കും. ഞാൻ സൈക്കിളിൽ പോകുമ്പോൾ 6 അടിയുള്ള മനുഷ്യൻ 6 അടി പോലെ തോന്നുകയുള്ളൂ. എന്നാൽ നിങ്ങൾ എയ്റോപ്ലെയിനിൽ കയറിയാൽ 6 അടിയുള്ള മനുഷ്യനെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു കളിപ്പാട്ടം പോലെ ഉണ്ടാകും. നിങ്ങൾ ഉയരത്തിൽ പറക്കുമ്പോൾ 6 അടിയുള്ള മനുഷ്യനെ നിങ്ങൾ കാണാൻ പോലും കഴിയില്ല. അങ്ങനെയാണ് നിങ്ങൾ ലോകത്തെ കാണേണ്ടത്. അങ്ങനെയാണ് നിങ്ങൾ കുടുംബത്തെ കാണേണ്ടത്. പരിശുദ്ധാത്മാവ്
നിങ്ങളുടെ സ്വർഗീയ മണ്ഡലത്തെക്കുറിച്ച് ബോധവാന്മാരാക്കി കഴിയുമ്പോൾ വരും നാളുകൾ സ്വർഗം തുറന്നിരിക്കുന്ന നിങ്ങൾക്ക് കാണാൻ കഴിയും. നിങ്ങൾ അസാധാരണമായ കാര്യങ്ങളെ, ആ നിക്ഷേപങ്ങളെ, ദൈവത്തിൻ്റെ നിക്ഷേപങ്ങളെ കാണുവാൻ ആരംഭിക്കും. ആമേൻ. This world is not my home. I'm just passing through. My treasures are laid up somewhere beyond the blue. The angels beckon me from heaven's open door, and I can't feel at home in this world anymore. സ്വർഗത്തിലിരിക്കുന്ന ദൂതന്മാർ പറയും, ഹേയ് ഹേയ്, നീ ഭവനത്തിലുള്ളവനാ, വാ 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 വാ, ഭവനത്തിലേക്ക് മടങ്ങി വാ, മടങ്ങി വാ, വരിക. ഈ ലോകം നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥലം, നിങ്ങളുടെ ഭവനം സ്വർഗമാകുന്നു. പിതാവ് കാത്തിരിക്കുന്നു, പരിശുദ്ധാത്മാവ് കാത്തിരിക്കുന്നു. സ്വർഗീയമായിട്ടുള്ള ഐശ്വര്യങ്ങൾ നിങ്ങളെ കാത്തിരിക്കുന്നു. The angels beckon me from heaven's open door, and I can't feel at home in this world anymore. Now I want to ask. ഇപ്പോൾ ഞാൻ നിങ്ങളോട് ഒരു കാര്യം ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. അണ്ണാ, എനിക്ക് ഭവനത്തിലേക്ക് വരാനുള്ള ഒരു സിക്നെസ് വന്നിരിക്കുകയാണ്, ഹോം സിക്നെസ്. ചില ആളുകൾ പറഞ്ഞു, ഞാൻ എൻ്റെ സ്വന്തം വീട് വിട്ടിട്ട് 2 ദിവസമായിട്ടുള്ളൂ, എൻ്റെ വീട്ടിലേക്ക് തിരിച്ചു പോകാനാണ് എൻ്റെ ആഗ്രഹം എന്ന് ചിലർ പറയുന്നു. എന്നാൽ വലിയ ഒരു കുഴപ്പമൊന്നും നിങ്ങൾ ഉണ്ടാക്കണ്ട. എൻ്റെ മക്കൾ എന്നെ അനുസരിക്കുന്നില്ല, വിഷമിക്കേണ്ട. നിങ്ങൾ ഉയരത്തിനുള്ളവനെ ആദ്യം അനുസരിക്കുക. ആമേൻ, ആമേൻ, ആമേൻ. നിങ്ങൾ ആരാകുന്നു, നിങ്ങൾ എന്താകുന്നു, അതാണ് നിങ്ങളുടെ ചുറ്റുമുള്ള സകലത്തെയും തീരുമാനിക്കുന്നത്. നിങ്ങൾ ആരാകുന്നു, നിങ്ങൾ എന്താകുന്നു, അതാണ് നിങ്ങളുടെ ചുറ്റുമുള്ള സകലത്തെയും മാറ്റുന്നത്. നിങ്ങളുടെ സ്വർഗീയ മണ്ഡലത്തിലിരിക്കുന്ന സ്ഥാനത്തിൽ നിന്ന് നിങ്ങൾ ബോളെറിയുക, ആദാ വാതിലിൽ പോയി അടിച്ചുകൊള്ളും. The angels beckon me from heaven's open door, and I can feel at home in this world anymore. This world is not my home. I'm just passing through. My treasures are laid out somewhere beyond the Bible says. വേദപുസ്തകം പറയുന്നത്, നിങ്ങൾ എന്നെ ശ്രദ്ധിക്കുന്നുണ്ടോ? എവിടെയാണ് നിങ്ങളുടെ നിക്ഷേപമുള്ളത്, അവിടെ നിങ്ങളുടെ ഹൃദയവും ഇരിക്കും. ആമേൻ. ശ്രദ്ധിക്കുക, സങ്കല്പിക്കുക, നിങ്ങൾക്ക് 10 ലക്ഷം വിലയുള്ള ഒരു നെക്ലേസ്, ഒരു ചെയിൻ ഉണ്ട് എന്ന് ഇരിക്കട്ടെ. 10 ലക്ഷം വിലയുള്ള, 10 ലക്ഷം എന്ന് പറഞ്ഞാൽ 1 മില്യൺ രൂപ. ഞാനതെടുത്ത് ആ പുൽപ്പിറ്റിൻ്റെ മേലെ വെച്ചാൽ എവിടെയായിരിക്കും നിങ്ങളുടെ ഹൃദയം പോകുക? ഞാൻ ആ ഭാഗത്തേക്ക് പോകുമ്പോൾ നിങ്ങൾ പറയും, അയ്യോ അതിൻ്റെ അടുത്തേക്കാണല്ലോ പോകുന്നത്. യേശു എവിടെ നിങ്ങളുടെ ഹൃദയമായിരിക്കുന്നു അവിടെയാണ് നിങ്ങളുടെ നിക്ഷേപം എന്നല്ല പറഞ്ഞത്. നിങ്ങളുടെ നിക്ഷേപം എവിടെയായിരിക്കുന്നു അവിടെയാണ് നിങ്ങളുടെ ഹൃദയവും ഇരിക്കുക എന്നാണ് പറഞ്ഞത്. അണ്ണാ, രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഞാൻ എൻ്റെ ഭർത്താവിനെ കുറിച്ച് മാത്രമേ ചിന്തിക്കുന്നുള്ളൂ. ഓഫീസിൽ
പോയിട്ടുണ്ട്. ഏതെങ്കിലും സ്ത്രീയോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരിക്കുമോ? എനിക്കറിയില്ല എന്തുകൊണ്ട് ആണുങ്ങൾ ഇത്രയധികം കരങ്ങൾ അടിക്കുന്നത്. എനിക്കറിയില്ല. എവിടെയോ എന്തോ പ്രശ്നമുണ്ട്. ദയവ് ചെയ്ത് ദൈവം നിങ്ങളെ വിളിച്ചിരിക്കുന്നത് നിങ്ങളുടെ ഭവനത്തിൽ വന്ന് ജീവിക്കാനാണ്. അവിടെ നിന്ന് സ്വർഗീയമായ കാര്യങ്ങളെ തുറന്ന് നിങ്ങളുടെ മനസ്സ് ഉയരത്തിൽ തന്നെ ആയിരിക്കട്ടെ. നിങ്ങൾ താഴെ നിന്നുള്ളവരല്ല, നിങ്ങൾ ഉയരത്തിൽ നിന്നുള്ളവരാകുന്നു. ആമേൻ. യേശു പറഞ്ഞു, നിങ്ങൾ ഈ ലോകത്തിൽ നിന്നുള്ളവരല്ല, ഞാൻ ഈ ലോകത്തിന് ഉള്ളവനല്ലാത്തത് കൊണ്ട് നിങ്ങളും അങ്ങനെയാകുന്നു. ഞാൻ നിങ്ങളെ രക്ഷിച്ച നാൾ ഞാൻ നിങ്ങളെ ഒരു സാധാരണ ജീവിതത്തിൽ നിന്ന് രക്ഷിച്ച്, ഒരു സാധാരണ ജീവിതത്തിൽ നിന്ന് എടുത്ത് അസാധാരണ മണ്ഡലത്തിൽ നിന്ന്, ഭൗതികമായിട്ടുള്ള ജീവിതത്തിൽ നിന്ന് നിങ്ങളെ രക്ഷിച്ച് ഞാൻ സ്വർഗീയ മണ്ഡലത്തിലേക്ക് നിങ്ങളെ രക്ഷിച്ചിരിക്കുന്നു. ആമേൻ. ഹല്ലേലൂയ. My treasures are laid out somewhere beyond the blue. This world is not my home. Slower, all of you, touch your എല്ലാവരും ഹൃദയത്തിൽ തൊട്ട് പറഞ്ഞാട്ടെ, ഞാൻ എൻ്റെ ലൗകികമായി ചുറ്റപ്പെട്ട് കിടക്കുന്ന ജീവിതത്തോട് ബൈ ബൈ പറയുന്നു. അതിൻ്റെ അർത്ഥം നിങ്ങൾ ഇന്ന് സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുക എന്നല്ല, നിങ്ങൾ സ്വർഗീയ അന്തരീക്ഷത്തിൽ തന്നെ ആയിരിക്കുന്നു. ആമേൻ. നിങ്ങൾ സ്വർഗത്തിൽ തന്നെയാകുന്നു. യേശു അതേ ബോധ്യത്തോടു കൂടിയാണ് ആയിരുന്നത്. എല്ലാവർക്കും എടുക്കാമോ? യോഹന്നാൻ 3-ാം അധ്യായം. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നവനായി, സ്വർഗത്തിൽ ഇരിക്കുന്നവനായി മനുഷ്യപുത്രൻ അല്ലാതെ ആരും സ്വർഗത്തിൽ കയറിയിട്ടില്ല. എല്ലാവരും വീണ്ടും വായിച്ചാട്ടെ. യോഹന്നാൻ 3:13. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നവനായി, സ്വർഗത്തിൽ ഇരിക്കുന്നവനായ മനുഷ്യപുത്രനല്ലാതെ ആരും സ്വർഗത്തിൽ കയറിയിട്ടില്ല. ആമേൻ. ആരാണ് സ്വർഗത്തിൽ നിന്ന് താഴേക്ക് വന്നത്? യേശു. അവൻ എവിടെ നിന്നാണ് വന്നത്? സ്വർഗത്തിൽ നിന്ന്. എവിടെ നിന്നാണ് അവൻ വന്നത്? ശരി, വീണ്ടും വായിച്ചാട്ടെ. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നവനായി, സ്വർഗത്തിൽ ഇരിക്കുന്നവനായ മനുഷ്യപുത്രനല്ലാതെ ആരും സ്വർഗത്തിൽ കയറിയിട്ടില്ല. സ്വർഗത്തിൽ എപ്പോഴും ആയിരുന്ന മനുഷ്യപുത്രൻ എന്നാണോ? അല്ല, ആയിരുന്ന. നിങ്ങൾക്ക് ഗ്രാമർ കാലത്തെക്കുറിച്ച് അറിയില്ലേ? കഴിഞ്ഞ പോയ കാലം, വർത്തമാനകാലം എല്ലാം പറഞ്ഞില്ലേ? അവൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നവനായി. ഞാൻ എൻ്റെ റൂമിൽ നിന്ന് വന്നു എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ എവിടെയാണ്? ഞാൻ എൻ്റെ മുകളിലത്തെ മുറിയിൽ നിന്ന് വന്ന് ഞാനിപ്പോൾ എവിടെയായിരിക്കും? ഇപ്പോൾ ഈ പുൾപിറ്റിൽ നിൽക്കുന്നു. സങ്കല്പിക്കുക, നിങ്ങൾ സ്വർഗത്തിൽ നിന്ന് വന്ന് അല്ല അണ്ണ, എന്നാൽ ഞാൻ മുറിയിലുമായിരിക്കും എന്ന് പറഞ്ഞാൽ കുഴഞ്ഞ് മറിയുകയാണല്ലോ. ഞാൻ വീണ്ടും ചോദിക്കാൻ ആഗ്രഹിക്കുന്നു, നിങ്ങളെ കുഴച്ച് മറയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങൾക്കത് വ്യക്തമായി കഴിഞ്ഞാൽ ഞാനത് പറയുന്നത് നിങ്ങൾ ലഭിച്ചു എന്നാണ് അതിനർത്ഥം. ആരും സ്വർഗത്തിലേക്ക് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നവനായി, സ്വർഗത്തിൽ ഇരിക്കുന്നവനെ മനുഷ്യപുത്രനല്ലാതെ ആരും സ്വർഗത്തിൽ കയറിയിട്ടില്ല. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നവനായി, സ്വർഗത്തിൽ ഇരിക്കുന്നവനായ. 2000 വർഷങ്ങൾ മുമ്പ് അവൻ പറഞ്ഞു, അവൻ എവിടെയായിരുന്നു?
സ്വർഗത്തിൽ. സ്വർഗത്തിലാണോ ഭൂമിയിലാണോ? സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നവനായി സ്വർഗത്തിലിരിക്കുന്നവനായ. ആമേൻ. ആളുകളുണ്ടല്ലോ ഉത്തരം അറിയില്ലെങ്കിൽ എന്ത് ചെയ്യും? അല്ലെങ്കിൽ പറയും ഇതായിരിക്കും അല്ലെങ്കിൽ അതായിരിക്കും, രണ്ടുമായിരിക്കും എന്ന് പറഞ്ഞ് അവർ ഒഴിഞ്ഞു കളയും. ശ്രദ്ധിക്കുക, ഇതാണ് നമ്മുടെ ജീവിതം. അവൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നവനായി. അതിൻ്റെ അർത്ഥം ആ സ്വർഗീയമായിട്ടുള്ള ആ അന്തരീക്ഷം കൊണ്ട് തന്നെ ഭൂമിയിലേക്ക് വന്ന് ഇവിടെ എങ്ങനെയായിരിക്കുന്നു? സ്വർഗത്തിൽ തന്നെ ഇരിക്കുന്നത് പോലെ അപ്പോഴും നമ്മൾ സ്വർഗത്തിലായിരിക്കുന്നു. ആമേൻ, ആമേൻ. അണ്ണാ, ഞാൻ എവിടെയാണെന്ന് ചോദിച്ചാൽ ഞാൻ സ്വർഗത്തിലാണ്. പൂണ്ടിയിലാണോ? അത് ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലമാണ് പൂണ്ടി. ഭൂതങ്ങളെ എങ്ങനെ പുറത്താക്കും? സ്വർഗത്തിൽ ഇരുന്നു കൊണ്ട് ഭൂമിയിൽ നിന്ന് ആജ്ഞാപിക്കും, പിശാചെ പോകുക എന്ന്. പിശാച് അവിടെയുണ്ട്. അവൻ പറയും, നീ എൻ്റെ സ്ഥലത്ത് വന്നിട്ട് എന്നെ പുറത്താക്കാൻ പറയും. ഞാൻ പറയും, ഇല്ല, ഞാൻ എൻ്റെ സ്വർഗീയ മണ്ഡലത്തിൽ ഇരുന്നു കൊണ്ട് നിന്നെ പുറത്താക്കാൻ. പിശാച് പറയേ, കുറച്ചുകൂടെ എൻ്റെ അടുത്തേക്ക് വക, എന്നെ ഒന്ന് തൊട്ടിട്ട് ചെയ്യാൻ പറഞ്ഞാൽ അങ്ങനെ പോകുമൊന്നുമില്ല. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് വ്യക്തമാക്കുന്നുണ്ടോ? എല്ലാവരും കരങ്ങളെ ഉയർത്തി പറഞ്ഞാട്ടെ, പരിശുദ്ധാത്മാവേ, ഞാൻ അധികം ഭൗമികമായിട്ട് ശ്രദ്ധ കൊടുത്തിരുന്നു, ആളുകൾക്ക് പ്രാധാന്യം നൽകി, ഒരുപാട് പ്രശ്നത്തിന് ഞാൻ പ്രാധാന്യം നൽകി, ഒരുപാട് പ്രലോഭനങ്ങൾക്ക് പ്രാധാന്യം നൽകി. എൻ്റെ ശരീരത്തെക്കുറിച്ചുള്ള ബോധ്യം, എൻ്റെ ജഡത്തെക്കുറിച്ചുള്ള ബോധ്യം, ഞാൻ ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് വിഷമിച്ചിരുന്നു. എന്നാൽ എനിക്ക് ഒരു കാര്യം മാത്രം മതി. ഞാൻ എവിടെ ആയിരിക്കണമോ ആ സ്വർഗീയ മണ്ഡലത്തിൽ ഞാൻ ഇരിക്കുന്നു. അസാധാരണ മണ്ഡലം, എൻ്റെ ദൈവത്തിൻ്റെ മണ്ഡലം, പരിശുദ്ധാത്മാവിൻ്റെ മണ്ഡലം, ദൂതന്മാരുടെ മണ്ഡലം, ആ ഉയർന്ന മണ്ഡലം, അതാണ് എൻ്റെ മണ്ഡലം. ഞാൻ അവിടെ നിൽക്കുന്നു. അവിടെ നിന്ന് ഞാൻ പ്രവർത്തിക്കുന്നു, ഈ ലോകത്തിൽ പ്രവർത്തിക്കുന്നു. ഞാൻ ഈ ലോകത്തിലായിരിക്കുന്നു. എന്നാൽ എൻ്റെ മനസ്സ്, എൻ്റെ മനസ്സാക്ഷി, എൻ്റെ ആത്മാവ്, എൻ്റെ പ്രാണൻ സ്വർഗത്തിലിരിക്കുന്നു. എൻ്റെ ശരീരം ഈ ഭൂമിയിൽ ഓടിക്കൊണ്ടിരിക്കുന്നു. ആ ഒരു ബോധ്യം വരുമ്പോൾ നിങ്ങളുടെ കണ്ണുകൾ തുറക്കപ്പെടും. ഏത് കണ്ണ്? ആ പുതിയ സൃഷ്ടിയുടെ ആ കണ്ണ്, ആ പുതുമനുഷ്യൻ്റെ ചെവികൾ തുറക്കപ്പെട്ടാൽ പിന്നെ നിങ്ങൾക്ക് അറിയാൻ കഴിയും എന്താണ് ദൈവത്തിൻ്റെ ശബ്ദം. ഇപ്പോൾ ദൈവം എന്ത് ചെയ്യുന്നു എന്ന് നിങ്ങൾക്ക് അറിയാൻ കഴിയും. ഇപ്പോൾ നിങ്ങൾക്ക് ദൈവത്തെ അനുഭവിക്കാൻ കഴിയും, പിശാചിനേക്കാളും അധികം. ആമേൻ. നിങ്ങൾ എപ്പോഴും ജയം തോന്നുന്നു, പ്രലോഭനത്തെക്കാൾ ഉപരി ജയത്തെ നിങ്ങൾ ആസ്വദിക്കുന്നു. നിങ്ങൾ യേശുവിനോട് ഒരുപാട് അടിമത്തത്തിലായതുകൊണ്ട് ഒരു പെൺകുട്ടി വന്നാൽ നിങ്ങൾ പറയും ഹ ഹ ഹ ഹ എന്ന് പറഞ്ഞ് ചിരിച്ച് കളയുള്ളൂ. കാരണം യേശുവിനോട് കൂടെ ആയിരിക്കുന്നു. അത് സാധ്യമാണോ? അത് സാധ്യമാണോ? ആമേൻ. നിങ്ങൾ ഒന്നുകിൽ ആ നിലവാരത്തിലേക്ക് കയറണം, അല്ലെങ്കിൽ ഈ നിലവാരത്തിൽ ഇരുന്നേ നോക്കിക്കൊണ്ടിരിക്കേണ്ടവരുന്നു. നിങ്ങൾ സ്വർഗീയത്തിൽ ഇരുന്നു കൊണ്ട് നിങ്ങൾ പറയണം, ഞാൻ ഈ ലോകത്തിലായിരിക്കുന്നുവെങ്കിലും ഞാൻ ഈ ലോകത്തിന് അനുരൂപനല്ല. ഒരു കാറ്റ്, ഒരു കൊടുങ്കാറ്റ്, അത് പടകിനകത്ത് വെള്ളം ഉള്ളിലേക്ക്, പടകിനകത്ത് അത് വെള്ളം കയറി ശിഷ്യന്മാർ ആ പടകിലൂടെ, ആ കടലിലൂടെ ഒരുപാട് സഞ്ചരിച്ചിട്ടുള്ളവരാണ്. അവർക്ക് അപകടം വന്നപ്പോൾ അവർ ഭയപ്പെട്ടു, അവർ നിലവിളിച്ചു, അവർക്ക് ആശങ്കയുണ്ടായി.
അവർ താഴെ ഇറങ്ങി വന്ന് അടിത്തട്ടിൽ വന്ന് യേശുവിനെ ഇളക്കി വിളിച്ച്, യേശുവേ നീ ഞങ്ങൾക്ക് വേണ്ടി കരുതുന്നില്ലേ? യേശു പറഞ്ഞു, ഞാനൊന്നും കരുതുന്നൊന്നുമില്ല. അവനത് പറഞ്ഞില്ല. എന്തെന്നാൽ അവൻ ആ പടകിലുണ്ടായിരുന്നില്ല. ആമേൻ, ആമേൻ. യേശു ആ പടകിൽ ഉണ്ടായിരുന്നു എങ്കിൽ സ്വർഗം അവിടെയുണ്ട്. യേശു പടകിലുണ്ടെങ്കിൽ ദൂതനും ആ പടകിലുണ്ട്. യേശു ആ പടകിലുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവും ആ പടകിലുണ്ട്. യേശു ആ പടകിലുണ്ടെങ്കിൽ അഭിഷേകവും ആ പടകിലുണ്ട്. 12 പേരും ചുറ്റുമുള്ള കാര്യങ്ങൾക്ക് ശ്രദ്ധ കൊടുത്തപ്പോൾ യേശു തൻ്റെ അകത്തായിരുന്നു പ്രാധാന്യം നൽകിയത്. ആമേൻ. നിങ്ങളുടെ കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിച്ചാട്ടെ. പിതാവേ, നിങ്ങൾ അതിനെക്കുറിച്ച് ചിന്തിച്ചാട്ടെ. അവനോട് ചോദിച്ചാട്ടെ, കർത്താവേ എൻ്റെ ഹൃദയദൃഷ്ടി പ്രകാശിക്കട്ടെ, എനിക്ക് യേശുവിനെ കാണണം. ഞാൻ പോയി അവനെ തൊട്ട് അവനോട് പറയണം ഞാൻ അവനെ സ്നേഹിക്കുന്നു എന്ന്. എൻ്റെ ചെവികളെ തുറക്കണം നാഥാ, എന്നെ സഹായിക്കണമേ. അങ്ങേ കേൾപ്പാൻ എന്നെ സഹായിക്കണമേ. എൻ്റെ കണ്ണുകളെ തുറക്കണമേ നാഥാ, എനിക്ക് യേശുവിനെ കാണണം. എല്ലാവരും ചോദിച്ചാട്ടെ. കർത്താവ് ഞങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിക്കട്ടെ. ദൈവത്തിൻ്റെ പ്രകാശം ഞങ്ങളുടെ അകത്തെ കണ്ണുകളിൽ നിറയട്ടെ. ഞങ്ങൾക്കറിയാം ദൈവത്തിൽ ഞങ്ങൾക്കുള്ള പ്രത്യാശ ഞങ്ങൾ അറിയുന്നു. സ്വർഗത്തിലിരിക്കുന്ന അവകാശം ഞങ്ങൾ അറിയുന്നു. ദൈവത്തിൻ്റെ ആ ശക്തിയുടെ അളവറ്റ വലിപ്പം ഞങ്ങൾ അറിയുന്നു. അത് എൻ്റെ ജീവിതത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. ദൂരെ എല്ലാ വാഴ്ചകൾക്കും എല്ലാ ഭൗമികമായിട്ടുള്ള എല്ലാ സ്വാധീനങ്ങൾക്കും വിദൂരെ എല്ലാ പിശാചങ്ങൾക്കും എല്ലാ വാഴ്ചകൾക്കും എല്ലാ അധികാരങ്ങൾക്കും അതെല്ലാം എൻ്റെ കാൽക്കീഴിലാകുന്നു. ഞാൻ ക്രിസ്തുവിൻ്റെ ശരീരമാകുന്നു. എൻ്റെ തല യേശുവാകുന്നു. യേശു സ്വർഗത്തിലിരിക്കുന്നു. അവൻ്റെ ശരീരം ഞാനും അവൻ്റെ ശരീരമായിരിക്കുന്ന പോലെ ഞാനും സ്വർഗത്തിലായിരിക്കുന്നു. ആമേൻ. Say, Father, all പറഞ്ഞാട്ടെ, കർത്താവേ എൻ്റെ കുടുംബ അംഗങ്ങൾ, എൻ്റെ എല്ലാ മുറിവുകളും, എൻ്റെ എല്ലാ വേദനകളും, എൻ്റെ എല്ലാ ചിന്തകളും എന്തെല്ലാമാണോ എന്നെ അലോസരപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്, ഞാനതെല്ലാം അങ്ങയിലേക്ക് എറിയുന്നു. ഞാൻ എൻ്റെ ആയിട്ടുള്ള ഘടനയിൽ നിന്ന് പുറത്തു വരുന്നു. ഞാൻ ഉയരത്തിൽ നിന്നുള്ളവൻ. എനിക്കൊരു ദൗത്യമുണ്ട്. എനിക്ക് സമയം കളയാനില്ല. ഒരു നാൾ എൻ്റെ ദുഃഖത്തിൽ എൻ്റെ കഴിവുകേടുകൾ അതെല്ലാത്തിൽ ഞാൻ പുറത്തു വരുന്നു. കർത്താവേ നന്ദി, എനിക്കൊരു ദൗത്യമുണ്ട്. ജീവിതം വളരെ കുറച്ചേ ഉള്ളൂ. ജീവിതം വളരെ ഹ്രസ്വമാണ്. ഞാൻ ദൈവത്തിൻ്റെ പ്രവൃത്തി ചെയ്യേണ്ടതാകുന്നു. ഞാനത് പൂർത്തീകരിക്കേണ്ടതാകുന്നു. അതുകൊണ്ടാണ് ഞാനിവിടെ ആയിരിക്കുന്നത്. എന്തെല്ലാമാണോ എൻ്റെ പേരിൽ വരുന്നത് അതെൻ്റെ ദൗത്യത്തെ സഹായിക്കണം. ആരെല്ലാം ഞാനുമായിട്ട് ബന്ധപ്പെടുന്നു അതെൻ്റെ ദൗത്യത്തെ സഹായിക്കുന്നവരായിരിക്കട്ടെ. എന്തുമായിക്കൊള്ളട്ടെ, അതെൻ്റെ മനസ്സിനെ വ്യതിയാനപ്പെടുത്തുന്നുവെങ്കിൽ, എൻ്റെ സ്വർഗീയ ദൗത്യത്തിൽ നിന്നത് വ്യതിയാനിക്കുന്നുവെങ്കിൽ ഞാൻ അതിനെ ശപിക്കുന്നു. എൻ്റെ ജീവിതത്തിൽ നിന്ന് അത് പുറത്തു പോകട്ടെ. എനിക്ക് വലിയൊരു പ്രവൃത്തി ചെയ്യേണ്ടതായിട്ടുണ്ട്. ഞാൻ ഒരിക്കലും അതിൽ നിന്ന് താഴേക്ക് വരികയില്ല. എൻ്റെ ദൈവം സകലത്തെ കരുതിക്കൊള്ളും.
ഞാൻ ദൈവത്തെ അന്വേഷിക്കുമ്പോൾ അവൻ്റെ രാജ്യം, അവൻ്റെ നീതി, അതോടുകൂടി ഇതൊക്കെയും എനിക്ക് ലഭിക്കുന്നു. ആമേൻ, ആമേൻ. തയ്യാറാകുക. വരുന്ന ആളുകൾ, വരും ദിവസങ്ങൾ ഞങ്ങൾ നിങ്ങളുടെ പുതിയ അഴിച്ച് നമ്മുടെ മണ്ഡലത്തിലുള്ളത് എന്തെന്ന് നിങ്ങൾ കാണുവാൻ പോകുന്നു. ആമേൻ. ഒരു കാര്യം മനസ്സിലാക്കുക, നിങ്ങളുടെ ജീവിതകാലം മുഴുവൻ നിങ്ങൾ ഈ ലോകത്തുള്ള കാര്യങ്ങൾ മാത്രം അന്വേഷിച്ചു കൊണ്ടിരുന്നു. നിങ്ങൾക്ക് പ്രധാനപ്പെട്ടത് വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല. കല്യാണം, 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 മക്കൾ, 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 മക്കൾ ജനിക്കുന്നു, പിന്നെ പേരക്കുട്ടികൾ ജനിക്കുന്നു, അങ്ങനെ പോയിക്കൊണ്ടേയിരുന്നു. അതിനുശേഷം നല്ല കാറ്, നല്ല ജോലി, നല്ല പണം, അങ്ങനെ ജീവിതം അങ്ങനെ പാഴായിക്കൊണ്ടേയിരുന്നു. അങ്ങനെയുള്ള ആളുകൾക്ക് ഈ സെമിനാർ അങ്ങനെയുള്ളവർക്കാണ് ഒരുക്കിയിരിക്കുന്നത്. അണ്ണാ, ഞാനിതെല്ലാം കണ്ടു മടുത്തു, ഞാൻ ജീവിച്ച വഴിയിൽ ഞാൻ മടുത്തിരിക്കുന്നു, ഞാൻ സന്തുഷ്ടനല്ല, ഞാൻ ജീവിച്ച ആ വഴികളിൽ അതിനെക്കുറിച്ച് എനിക്ക് സന്തോഷമില്ല, ഈ ലോകത്തിൽ ഏതോ ഒരു നിർഭാഗ്യം പോലെ ഞാൻ ജനിച്ചതല്ല, ഞാൻ ഉയരത്തിൽ നിന്ന് അയക്കപ്പെട്ടവനാകുന്നു. അവൻ എന്നെ ഈ ലോകത്തിലേക്ക് അയച്ചപ്പോൾ അവൻ എൻ്റെ പ്രവൃത്തി കൂടെ തീരുമാനിച്ചിരുന്നു. അതെന്താണെന്ന് ഞാൻ കണ്ടെത്തണം, ഞാൻ എന്നിട്ടത് പൂർത്തീകരിക്കണം. എൻ്റെ എല്ലാ ബന്ധങ്ങളും അതെല്ലാം അതിനോട്, ആ ദൗത്യത്തിനോട് ചേർന്ന് പോയി എൻ്റെ വിളിയെ പൂർത്തീകരിക്കേണ്ടതാകുന്നു. എന്തും അത് എൻ്റെ ശുശ്രൂഷയെ ഫലമില്ലാത്തതാക്കുന്നു എങ്കിൽ ഞാൻ അതിനെ മുറിച്ച് കളഞ്ഞ് എറിയുന്നു. ആമേൻ. നിങ്ങൾ അങ്ങനെയുള്ള തീരുമാനമെടുത്താൽ നിങ്ങൾ അമിത ഭാരം, അധികമായിട്ടുള്ള ഭാരമായിക്കൊള്ളട്ടെ, എന്തും നിങ്ങളെ ഭാരപ്പെടുത്തുന്നത് ഉണ്ടെങ്കിൽ ഞാനതിനെ മുറിക്കുന്നു, ഞാനത് ദൈവത്തിങ്കിലേക്ക് എറിയുന്നു. ഞാനിപ്പോൾ ലഭ്യതയുള്ളവനാണ് എന്ന് നിങ്ങൾ പറയുമോ? ആമേൻ. നിങ്ങളത് ചെയ്താൽ ഈ വരുന്ന ദിവസങ്ങളിൽ ദൈവം നിങ്ങളെ തുറന്ന് പുതിയൊരു ശുശ്രൂഷ നിങ്ങൾക്ക് തുറന്നു തരും. ആമേൻ. ഒരു യഥാർത്ഥമായിട്ടുള്ളൊരു വിളി, യഥാർത്ഥമായിട്ടുള്ള വിളി, ഒരു പുതിയ വാതിൽ, തുറന്ന വാതിൽ, സുവർണ അവസരങ്ങൾ. നിങ്ങൾ ദൈവരാജ്യത്തിൽ അധികം പ്രവർത്തിക്കുന്നവരായി തീരും. ഞാൻ നിങ്ങളോട് പ്രവചിക്കുന്നു, വളരെ ശക്തമായിട്ടുള്ള അത്ഭുതം അങ്ങനെയെങ്കിൽ നിങ്ങളിലൂടെ നടക്കും. ഞാൻ നിങ്ങളോട് പ്രവചിക്കുന്നു, ഇവിടെ നിന്ന് മരിച്ചവരെ ഉയർപ്പിക്കുന്ന പലരും എഴുന്നേൽക്കും. ഇപ്പോൾ നമ്മുടെ രാജ്യത്തിനും ഈ പല രാജ്യങ്ങൾക്കും ഒരേ ഒരു പ്രതീക്ഷയുള്ളൂ, അത് അസാധാരണമായ കാര്യങ്ങളാകുന്നു, അസാധാരണ കാര്യങ്ങളാകുന്നു. അത് മാത്രമേ പ്രതീക്ഷ. എല്ലാ പാസ്റ്റർമാരും, എല്ലാ പ്രവാചകന്മാരും, എല്ലാ അപ്പോസ്തലന്മാരും, എല്ലാ സുവിശേഷകന്മാരും, ഞാൻ നിങ്ങളോട് പറയട്ടെ, അസാധാരണ ശക്തി, അസാധാരണ അത്ഭുതങ്ങൾ, അത് മാത്രമേ ഇനി രാജ്യത്തിനുള്ള ഏക വഴി. അസാധാരണമായ ശുശ്രൂഷ ഇല്ലെങ്കിൽ, അസാധാരണമായ ജീവിതം ഇല്ലെങ്കിൽ ഈ ലോകം ലോകം അവസാനിക്കും. അത് മാത്രമല്ല, നിങ്ങളുടെ ശുശ്രൂഷയും തീരും. അതിനുവേണ്ടിയല്ല ദൈവം നമ്മളിപ്പോൾ വിളിക്കുന്നത്, അസാധാരണമായ ശുശ്രൂഷയ്ക്ക് വേണ്ടി, പക്ക അസാധാരണ ശുശ്രൂഷയ്ക്ക് വേണ്ടി വിളിക്കുന്നു. ആമേൻ. സാധാരണമായിട്ടുള്ള വിഷമത്തിൽ നിന്ന് അവിടെ നിന്ന് നിങ്ങൾ ബൈ പറയുക. സാധാരണമായി എന്തെല്ലാമാണ് നിങ്ങൾ വലിച്ചു കൊണ്ടുപോകുന്നത്, സാധാരണമായി ജീവിതശൈലിയോട് നിങ്ങൾ വിരാമം കുറിച്ചിട്ട് സാധാരണ മണ്ഡലത്തിലുള്ള ജീവിതം നിങ്ങൾ തുടങ്ങുക.
നിങ്ങൾ വീണ്ടും ജനന അനുഭവം, അത് അസാധാരണ അനുഭവമാണ്. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേലുണ്ട്. അവൻ അസാധാരണ വ്യക്തിയാകുന്നു. നിങ്ങളിരിക്കുന്ന ക്രിസ്തു, അവനൊരു സ്വർഗീയ വ്യക്തിയാകുന്നു. ദൂതന്മാർ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു, നിങ്ങളോട് കൂടി പ്രവർത്തിക്കുവാൻ, നിങ്ങളോട് കൂടെ ഓടുവാൻ, നിങ്ങൾക്ക് വേണ്ടി നിങ്ങളോട് ചേർന്ന് യുദ്ധം ചെയ്യുവാൻ, നിങ്ങളെ രക്ഷിക്കുവാൻ ദൂതന്മാർ തയ്യാറാണ്. ശ്രദ്ധിക്കുക, ഞാൻ നിങ്ങളോട് പ്രവചിക്കുന്നു, എന്തെല്ലാമാണോ പിശാച് നിങ്ങളിൽ നിന്ന് മോഷ്ടിച്ചത്, എന്തെല്ലാമാണ് നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് പിശാച് നശിപ്പിച്ചത്, ദൂതന്മാർ അത് മടക്കിക്കൊണ്ടുവരും. മടക്കിക്കൊണ്ടുവരുന്നു. കർത്താവ് എന്നെ കാണിക്കുന്നത്, നിങ്ങളുടെ ജീവിതത്തിൽ നശിച്ചു പോയത് എന്തുമായിക്കൊള്ളട്ടെ, നിങ്ങളുടെ ജീവിതത്തിൽ നാശമായി പോയത് എന്തുമായിക്കൊള്ളട്ടെ, അത് വീണ്ടും വീണ്ടും പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ പണിയപ്പെടുന്നു. പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ പണിയപ്പെടുന്നു. ആമേൻ. ശ്രദ്ധിക്കുക, നിങ്ങളുടെ സഹായം മടങ്ങി വരുന്നു. നിങ്ങളുടെ ആരോഗ്യം മടങ്ങി വരുന്നു. നിങ്ങളുടെ പണം മടങ്ങി വരുന്നു. ആമേൻ. തകർന്ന ബന്ധങ്ങൾ വീണ്ടും നിങ്ങളിലേക്ക് മടങ്ങി വരുന്നു. ആമേൻ. നിങ്ങൾക്ക് നഷ്ടപ്പെട്ട സാക്ഷ്യം അത് മടങ്ങി വരുന്നു. ഒരു പുനഃസ്ഥാപനം. ആമേൻ. നിങ്ങളുടെ നഷ്ടപ്പെട്ടു പോയ വർഷങ്ങൾ നിങ്ങൾക്ക് മടക്കി ലഭിക്കുന്നു. ആമേൻ. നഷ്ടപ്പെട്ടു പോയ ശുശ്രൂഷ നിങ്ങൾക്ക് മടങ്ങി വരുന്നു. നിങ്ങൾ ആ ദൈവത്തിന്റെ രഥത്തോട് ചേർന്ന് ഓടുവാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ സകലതും നിങ്ങളുടെ പുറകെ ഓടി വരും. ഓ, നന്ദി പരിശുദ്ധാത്മാവേ, നന്ദി. അത് മടങ്ങി വരട്ടെ. ഓ, സൗഖ്യം വരട്ടെ. സ്വതന്ത്രമായിരിക്കുക. ഈ യേശു ക്രിസ്തുവിന്റെ വല്ലഭത്വമുള്ള നാമത്തിൽ തന്നെ സ്വതന്ത്രമായിരിക്കുക. അത്ഭുതങ്ങൾ സംഭവിക്കുന്നു. അത്ഭുതങ്ങൾ വരുന്നു. നിങ്ങളുടെ അത്ഭുതം ഓ, നിങ്ങളുടെ അത്ഭുതം അത് വരുന്നു. നിങ്ങളുടെ അത്ഭുതം അത് വരുന്നു. Ribra kala kade rigo toro boda rebara legara rigatragada ribro shaterolo tororo lotoro brakara rabara baba ribro lada ribara balabada ribadalagada ribushakadalagada ribaralagada. നിങ്ങളിൽ പലർക്കും
നിങ്ങൾ അസാധാരണമായിട്ടുള്ള പ്രകടീകരണത്തിന് വേണ്ടി കാത്തിരുന്നവരാണ്. നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതത്തിന് വേണ്ടി കാത്തിരുന്നവരാണ്. നിങ്ങളൊരു അത്ഭുതം പ്രവർത്തിക്കുന്നവരാകാൻ ആഗ്രഹിച്ചിരുന്നു. നിങ്ങൾ രോഗശാന്തി ശുശ്രൂഷകനാകുവാൻ ആഗ്രഹിച്ചിരുന്നു. നിങ്ങൾ പലരും പ്രവചിക്കുവാൻ ആഗ്രഹിച്ചിരുന്നു. കർത്താവ് പറയുന്നു, ഞാൻ നിങ്ങളിവിടെ കൊണ്ടുവന്നത് നിങ്ങൾക്ക് എന്താണ് നഷ്ടപ്പെട്ടത്? റേ ഠേ ഠേ ഖേ റേ ഠേ ബ്രാ ഠേ റോ ലോ ഠോ Mrakalanti antro shiatra barala baba ribrolo tora barala randeri antro la bara bara bayantara la baba laka kara laka tara bara sarandara leantro robro tora bala la bala badariga tanagada ligalagada rakalan taraba yantoro shereberi lamdora bara bala pastor mare നിങ്ങൾ വിട്ടുപോയത് കുറച്ചുകൊണ്ടായിരിക്കാം. കുറച്ച് പേര് നിങ്ങൾ വിട്ടുപോയിട്ടുണ്ടായിരിക്കാം. ഇനി നിങ്ങളുടെ സംഘടനയിലേക്ക്, നിങ്ങളുടെ സഭയിലേക്ക് 1000 മടങ്ങ് 100 മടങ്ങ് ആളുകൾ ഓടി വരും. ആമേൻ. റിബ വല ടെരെ 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 നിങ്ങളുടെ വിശുദ്ധി മടങ്ങി വരുന്നു. ചില ബന്ധങ്ങൾ നിങ്ങൾക്ക് മടങ്ങി വരുന്നു. പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരങ്ങൾ നിങ്ങൾ ഒരുപാട് വർഷങ്ങൾ മുമ്പിൽ അത് പ്രവർത്തിച്ചിരുന്നു. നിങ്ങൾക്ക് ഇടയ്ക്ക് വെച്ച് നഷ്ടപ്പെട്ടു എന്ന് ചിന്തിച്ചു ഇല്ല, അത് മടങ്ങി വരുന്നു. ഞാൻ നിങ്ങളോട് പ്രവചിക്കുന്നു, ഇനി നിങ്ങൾ ഫലമില്ലാത്ത ഒരു വൃക്ഷമല്ല, നിങ്ങൾ ഫലപ്രദമായിട്ടുള്ള വൃക്ഷം. നിങ്ങളിനി ഒരു അനാഥനല്ല. ഓ, നിങ്ങൾ ഒരിക്കലും തള്ളപ്പെട്ടവനല്ല. നിങ്ങൾ ഒരിക്കലും ഉപേക്ഷിക്കപ്പെട്ടവനല്ല. നിങ്ങൾ ഒരിക്കലും തള്ളപ്പെട്ടവരോ ഉപേക്ഷിക്കപ്പെട്ടവരല്ല. നിങ്ങളൊരു അനാഥനല്ല. ഓ, ആയിരങ്ങൾ നിങ്ങളുടെ ചുറ്റിലും ഉണ്ടായിരിക്കും. ആയിരങ്ങൾ. ഹോ റബ ഹസേ ചെറിവേലവാന്തരബ റിബ ബബ ശേഖരി റംതനലബ റിബ ബബ ബബ ലബ സഖത്വര ബല 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 ബല. നിങ്ങൾ ഏത് ചിന്തയിൽ നിന്ന് മുന്നേ വന്നവരാണെങ്കിലും, നിങ്ങളിവിടെ വരുന്നതിന് മുമ്പ് എന്തിനു വേണ്ടി കരഞ്ഞതാണെങ്കിലും ദൈവം അത് കണ്ടിട്ടുണ്ട്. ഇപ്പോൾ അവൻ പറയുന്നത്, ഇനി ഭൂമി നിങ്ങളുടെ ഭവനമല്ല, നിങ്ങളുടെ ഭവനം എൻ്റെ ഭവനമാകുന്നു. ഞാൻ നിങ്ങൾക്ക് വേണ്ടി സകലതും ചെയ്യും. ആമേൻ. ഛബ സേ ഠേ ബ്രേ ഖേ റൻതറ റിബ്ര ലഖട്ടർ. നിങ്ങൾക്ക് എന്തെല്ലാം നഷ്ടപ്പെട്ടിരുന്നാലും 7 മടങ്ങ് പിശാചിന് നൽകിയേ മതിയാകൂ. 7 മടങ്ങ് പിശാചിന് നൽകിയേ മതിയാകൂ. നിങ്ങളൊരു അപ്പോസ്തലനാകുന്നു. നിങ്ങളുടെ കുടുംബത്തിനകത്ത് വളരെ ശക്തമായിട്ടുള്ള അത്ഭുതം നടക്കണം. എന്തെല്ലാം പിശാച് തകർത്തിരുന്നാലും, പിശാച് തകർത്തതിനെ സകലത്തെ ദൈവം പുനഃസ്ഥാപിക്കുന്നു. കുടുംബം എന്ന നിലയിൽ നിങ്ങളൊരു അത്ഭുതം പ്രവർത്തിക്കുന്ന കുടുംബമായിരിക്കും. അത്ഭുതം പ്രവർത്തിക്കുന്ന കുടുംബം. ദൈവം പാസ്റ്ററെ, നിങ്ങളുടെ ജീവിതത്തിൽ പുതിയൊരു കാര്യം ചെയ്യാൻ ദൈവം ആഗ്രഹിക്കുന്നു. റബ ലബ റൻതെരെ രേറ്റരെ ശ്രദ്ധിക്കുക. നിങ്ങൾ തണുത്ത ഒരു ഐസ് പോലെ ആയിന്ന് ആരാ പറഞ്ഞത്? ഇല്ല, ദൈവം പറഞ്ഞു, നീ എൻ്റെ കയ്യിലിരിക്കുന്ന തീയാകുന്നു, എൻ്റെ കയ്യിലുള്ള തീയാകുന്നു. തീക്കനൽ. നിങ്ങളിവിടെ ആയിരിക്കുന്നതിനുള്ള കാരണം അത് തന്നെ ഒരു തെളിവാകുന്നു. ഞാൻ നിന്നിൽ നിന്നുള്ള കാര്യങ്ങൾ ചെയ്ത് തീർത്തിട്ടില്ല. ഞാൻ ഇതുവരെ തീർത്തിട്ടില്ല. ഞാൻ നിന്നെ ഇതുവരെ ഉപേക്ഷിച്ചിട്ടില്ല. ഞാൻ വിട്ടുകൊടുത്തിട്ടില്ല. ഇപ്പോഴും ഞാൻ നിന്നെ വിശ്വസിക്കുന്നു.
നീ ഒരുപാട് ദൂരം സഞ്ചരിക്കേണ്ടതുണ്ട്, ഒരുപാട് ദൂരം സഞ്ചരിക്കേണ്ടതുണ്ട്, നീ ഒരുപാട് ദൂരം സഞ്ചരിക്കേണ്ടതുണ്ട്. എഴുന്നേൽക്ക, എഴുന്നേൽക്ക, എഴുന്നേൽക്ക. റക റക ലക തറക റബല ബഡരി ബുഷക ദര ബഡരി ബരമല ബഡരി ബദർ റബന ബഡരി ബദര ബഡരി ബോല ബഡരി ബദല ഗഡരി ബുഷക ദര ഗഡരി ബല ഗഡരി ഗദല ഗഡ റകല ഗഡോര ബദരോടരി ബദര ബഡരി മല ബബ സക ദര ഗഡ. എല്ലാവരും പറഞ്ഞാട്ടെ, എന്ത് സംഭവിച്ചാലും ശരി, ആരെന്നെ കൂടെ ചേർന്നാലും ശരി, ചേർന്നില്ലെങ്കിലും ശരി, എനിക്കൊരു വിളിയുണ്ട്. ഞാൻ ഓടി 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 ഓടിക്കൊണ്ടേയിരിക്കും. എന്നെ നോക്കുക, എത്രത്തോളം നിങ്ങൾ മറ്റുള്ളവരെ നോക്കി വിളിയിലേക്ക് പ്രവേശിക്കാൻ മടിച്ചാൽ അവർ നിങ്ങളെ വിട്ടുപോകും. പക്ഷേ നിങ്ങൾ ദൈവത്തിന് വേണ്ടി ഓടിയാൽ എല്ലാവരും നിങ്ങളുടെ പുറകെ ഓടുന്നവരാക്കി ദൈവം മാറ്റും. അവർ നിങ്ങളുടെ പുറകെ നിങ്ങളെ പിന്തുടരുന്നവരാക്കി ദൈവം മാറ്റും. നിങ്ങൾ താമസിക്കരുതേ, താമസിക്കരുതേ. നിങ്ങളുടെ നാഴിക വന്നിരിക്കുന്നു, നിങ്ങളുടെ നാഴിക വന്നിരിക്കുന്നു, നിങ്ങളുടെ നാഴിക വന്നിരിക്കുന്നു, നിങ്ങളുടെ നാഴിക വന്നിരിക്കുന്നു. പിതാവേ, 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 അങ്ങ് എന്നെ ഒരു പിതാവാക്കിയിരിക്കുന്നു. ഞാൻ എൻ്റെ പിതൃത്വത്തിൻ്റെ അനുഗ്രഹം ഞാൻ അവർക്ക് നൽകുന്നു. അവർ തലമുറയിലേക്ക് അത് നൽകട്ടെ. അവർ എഴുന്നേൽക്കട്ടെ. ആ ശക്തി അവരിൽ നിന്ന് പുറപ്പെടട്ടെ. അവർ അത്ഭുതം പ്രവർത്തിക്കുന്നവരായി എഴുന്നേൽക്കട്ടെ. അവരുടെ ശ്രദ്ധ അതിലേക്കായി തീരട്ടെ. എല്ലാ പൈശാചിക പോരാട്ടങ്ങളും തകർക്കപ്പെടട്ടെ. അവർ സ്വർഗീയ മണ്ഡലത്തിൽ നടക്കട്ടെ. ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുന്നു, ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുന്നു, ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുന്നു, ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുന്നു, ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ.